ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरुवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपा कदा मह्यं ददाति सुपदान्तिकं वन्देऽहं श्रीगुरुं श्रीयुतपथकमलं श्रीगुरुं वैष्णवांश्च श्रीरूपं साग्रजातं सहगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सहगणललिता शिविशाखान्वितं ये कृष्णा करुणा सिन्धो दीनबन्धो जगत्पते गोपेश गोपिका कान्द राधा कान्द नमोस्तुते तप्त काञ्चन गौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमः ओं विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिनिधि नामिने नमस्ते सारस्वती देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देश तारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर शिवासादि गौर भक्त वृंदा हरे कृष्ण 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 हरे 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 राम 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 हरे हरे वैराग्य विद्या निज भक्ति योगा शिक्षार्थमेक पुरुष पुराण श्री कृष्ण चैतन्य शरीरधारी कृपां प्रपद्ये पंचतत्वात्मकं कृष्णं भक्तरूपस्वरूपकं भक्तावतारं भक्ताख्यं नमामि भक्तशक्तिकं। जय जय श्री चैतन्य जय नित्यानंद जय द्वैत चंद्र जय गौर भक्त वृंद। जय जय श्री चैतन्य जय नित्यानंद जय द्वैत चंद्र जय गौर भक्त वृंद। जय जय श्री चैतन्य जय नित्यानंद जय द्वैत चंद्र जय गौर भक्त वृंद। ഹരേ കൃഷ്ണ ഹരി ഓം തത്സത്. നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ചൈതന്യ ചരിതാമൃതം മധ്യലീല 8-ാമത്തെ അധ്യായം 289-ാമത്തെ ശ്ലോകം മുതൽക്ക്. ത്വമാരാ താനി ആമാരാ കിച്ചു ഗുപ്ത നാഹി കർമ്മ ലുക്കായിലെ പ്രേമ ബലേ ജാന സർവമർമ്മ. तुम्हारा तानी आम्रा किच्छु गुप्ता नाही कर्मा केले प्रेमा बाले ज्ञान सर्व मर्मा. Lord Chaitanya Mahaprabhu then admitted to his pure devotee Ramananda Rai, now there is no confidential activity unknown to you. Even though I try to conceal my activities, you can understand everything in detail by virtue of your advanced love for me. ചൈതന്യ മഹാപ്രഭു രാമാനന്ദ റായോട് പറയുന്നത്, നീ ഒരു കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള, സീക്രട്ട് ആയിട്ടില്ല, ഗുഹ്യമായിട്ടുള്ള ഒരു നോളജും ഇല്ല, എല്ലാം അങ്ങക്ക് അറിയുന്നതാണ്. ചൈതന്യ മഹാപ്രഭുവിന്റെ കോൺഫിഡൻഷ്യൽ ഡിവോട്ടീസിൽ രാമാനന്ദ റായ്, സ്വരൂപ ദാമോദർ, ഇവരൊക്കെ വളരെ കോൺഫിഡൻഷ്യൽ. അവരായിട്ട് ഏറ്റവും ടോപ്പ് മോസ്റ്റ് ലെവലുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യും. ഇതൊക്കെ വളരെ ഗുഹ്യമായിട്ടുള്ള, കോൺഫിഡൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ അവരോട് മാത്രമേ ചർച്ച ചെയ്യുള്ളൂ. ഓക്കെ. പിന്നെ ബാക്കിയുള്ള പൊതുജനങ്ങളോട് ഹരേ കൃഷ്ണ മഹാമന്ത്രം, അതും കോൺഗ്രിഗേഷണൽ ചാൻഡിങ്ങിൽ മഹാപ്രഭു കോൺഗ്രിഗേഷണൽ ചാൻഡിങ്ങിൽ കൂടെ നിന്നിട്ട് എല്ലാവരും കൂടെ അത് നൃത്തം വയ്ക്കും, അത് ചാൻഡ് ചെയ്യും, എല്ലാം ചെയ്യും. പക്ഷെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ, അതായത് എസ്പെഷ്യലി മാധുര്യ ഭാവത്തിലുള്ള ഈ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യുന്നത് ഇങ്ങനെ രാമാനന്ദ റായ്, സ്വരൂപ് ദാമോദർ, ഇങ്ങനെയുള്ള ഡിവോട്ടീസിനോട് മാത്രമായിരിക്കും. അതാണ് പറയുന്നത്, നൗ ദർ ഈസ് നോ കോൺഫിഡൻഷ്യൽ ആക്ടിവിറ്റി അൺനോൺ ടു യു. എല്ലാ കോൺഫിഡൻഷ്യൽ ആക്ടിവിറ്റിയും നിങ്ങൾക്ക് അറിയാമെന്ന് പറയും. അപ്പം ഞാൻ അതെല്ലാം മറച്ചു വെക്കാൻ ശ്രമിച്ചാലും കൂടിയിട്ട് അങ്ങക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കും. അതെങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? Even though I try to conceal my activities, you can understand everything in detail by virtue of your advanced love for me. ഭഗവാന്റെ കൃപ കൊണ്ട് തന്നെയാണ്, അല്ലാണ്ട് സ്വന്തം കഴിവുകൊണ്ടല്ല. ഭഗവാൻ കാണിച്ചാൽ അദ്ദേഹത്തിന്റെ ആ ഒരു അൺഫ്ലിഞ്ചിങ് ഫെയ്ത്തും ഡിവോഷൻ ആൻഡ് ലവ് അതുള്ളത് കൊണ്ട് ഭഗവാൻ സ്വയം അത് വെളിപ്പെടുത്തി കൊടുക്കുന്നു. ഗുപ്തേന
മതജി. ഭക്തിയുണ്ടെങ്കിൽ ദദാമി ബുദ്ധിയോഗം എന്ന് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ടല്ലോ. അതെ. അപ്പൊ ഭക്തിയാണ്. ഭഗവാൻ ഭക്തവത്സലാണ്, ഭാവഗ്രാഹി ജനാർദ്ദനാണ്. അപ്പോ ഭഗവാനെ എങ്ങനെ നമുക്ക് വശത്താക്കാൻ പറ്റും? നമ്മുടെ കഴിവുകൊണ്ടാണ്, ഭക്തി കൊണ്ട്. അല്ലെ? ഭക്തി കൊണ്ട് മാത്രമേ ഭഗവാനെ നമ്മളുടെ വശത്താക്കാൻ, കോൺകർ ചെയ്യാൻ പറ്റൂ. ഭഗവാൻ അൺകോൺകറബിൾ ആണ്. പക്ഷേ ഭഗവാനെ കോൺകർ ചെയ്യാൻ ഭക്തന് മാത്രമേ പറ്റൂ, ആ പ്യുവർ ഭക്തി കൊണ്ട്. ഗുപ്തേ രാഖി കഹാന കരിയോ പ്രകാശ ആമാര ബാതുല ചേഷ്ട ലോകേ ഉപഹാസ. The Lord then requested Ramananda Rai, keep all these talks a secret. Please do not expose them anywhere and everywhere. Since my activities appear to be like those of a madman, people may take them lightly and laugh. അപ്പോൾ ഈ ഗുഹ്യതമമായിട്ടുള്ള, ഏറ്റവും കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഈ കാര്യങ്ങളെല്ലാം നമ്മൾ സംസാരിച്ചതും ഇതെല്ലാം വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ട് വെക്കണം. കാരണം ഇതെല്ലാം ആൾക്കാർക്ക്, സാധാരണ ജനങ്ങള് അറിഞ്ഞാൽ അവർ പരിഹസിക്കും. ഒരു ഭ്രാന്തനെ പോലെ ഞാൻ ആക്ടി എന്ന് പറയും. പക്ഷെ ഭഗവാന്റെ തലം, മഹാഭാവം, എനിക്ക് നമ്മുടെ സ്ക്രിപ്റ്റേഴ്സിൽ പറയുന്നത് മൂന്ന് ആൾക്കാരാണ് മഹാഭാവം എക്സിബിറ്റ് ചെയ്തിട്ട് ഉള്ളത്. മഹാഭാവം എന്ന് പറഞ്ഞാൽ അതായത് നമ്മളുടെ പ്രേമത്തിന്റെ പരാകാഷ്ഠ, ദ എപ്പിറ്റോം. ആരൊക്കെയാണ് അറിയോ? ചൈതന്യ മഹാപ്രഭു. അതാണോ പ്രഭു? അങ്ങനെയാണോ? യെസ്, ഒന്ന് ചൈതന്യ മഹാപ്രഭു, പിന്നെ ശ്രീമതി രാധാറാണി. യെസ്, ഹരിബോൾ. പിന്നെ മൂന്നാമത്തെ ആരാണ്? മാധവേന്ദ്രപുരി. ഈ 3 പേരാണ്. ഒന്ന് രാധാറാണി. നമുക്ക് ഷീ ഈസ് ദ ടോപ്പ് മോസ്റ്റ് ഡിവോട്ടി, അല്ലേ? പിന്നെ ആ കൃഷ്ണ ആൻഡ് രാധ കമ്പൈൻഡ് ആണ് ചൈതന്യ മഹാപ്രഭു, സെൽഫ് സെയിം സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ്, അല്ലേ? പിന്നെ മാധവേന്ദ്രപുരി ആരാണ്? അവിടെ പോയതല്ലേ പ്രഭു, ജഗന്നാഥപുരിയില് പോയിട്ട് രമുനയില്. രമുനയില് പോയിട്ട്. മാധവേന്ദ്രപുരി എന്ന് പറയുമ്പോ നിങ്ങൾക്ക് എന്തെല്ലാം ഓർമ്മ വരുന്നു? കീർച്ചോർ ഗോപാൽ അവിടെ പോയതല്ലേ പ്രഭു? കീർച്ചോർ ഗോപിനാഥ്. ഓക്കെ, പിന്നെന്താ ഓർമ്മ വരുന്നത്? പിന്നെ എന്താ, ജഗന്നാഥിന്റെ അടുത്ത്, ജഗന്നാഥിനെ ഇങ്ങോട്ട് കൊണ്ടുവരും, അങ്ങനെ ചെയ്യില്ലേ പ്രഭു? ജഗന്നാഥിന്റെ മറ്റേ വിഗ്രഹം അവിടെ കൊടുത്തത് തിരിച്ചു കൊണ്ടുവരുന്നത് തിരുച്ചോർ മാധവേന്ദ്രപുരിക്കല്ല അല്ലേ? ജഗന്നാഥല്ല, ഓർമ്മ വരുന്നുണ്ടോ ആർക്കെങ്കിലും? ആരെങ്കിലും നാദ്വാർ പോയിട്ടുണ്ടോ? നാദ്വാർ ആരൊക്കെ പോയിട്ടുണ്ട്? ശ്രീനാഥ്ജി കണ്ടിട്ടുണ്ടോ? ശ്രീനാഥ്ജി ഇല്ല. ഓക്കെ, ഗോപാൽജി കണ്ടിട്ടുണ്ടോ? ഗോപാൽജി ആ നാദ്വാറിലത്തെ ശ്രീനാഥ്ജിനെ ഗോപാൽജി. മാധവേന്ദ്രപുരിക്ക് അതായത് മാധവേന്ദ്രപുരി വൃന്ദാവനില് റെസ്റ്റ് എടുക്കാൻ ചിലപ്പോൾ ഒരു ബാലൻ വന്ന് പറഞ്ഞു, ബാബാജി അങ്ങക്ക് വളരെ ദാഹം ഉണ്ടായിരിക്കും, നല്ല വെയിലല്ലേ, അപ്പൊ ഞാൻ കുറച്ച് പ്രസാദം കൊടുത്തിട്ടുണ്ട്, ആ പ്രസാദം ഒന്ന് ഓണർ ചെയ്തോളൂ, കഴിച്ചോളൂ പറഞ്ഞു. അത് കൊടുത്തിട്ട് ബാലൻ പോയി. അപ്പോൾ മാധവേന്ദ്രപുരിക്ക് ഇത് ഒരു സാധാരണ ബാലനോ, ഭയങ്കര തേജസ്സുള്ള ഒരു ബാലനാണോ, എന്തോ എനിക്ക് ഭയങ്കരമായിട്ട് എക്സ്റ്ററ്റിക് സിംറ്റംസ് ഒക്കെ വരുന്നുണ്ടോ, അങ്ങനെ ആലോചിച്ചുകൊണ്ട് അങ്ങനെ പോയി. പിന്നെ അന്ന് രാത്രി ആ സെയിം ബാലൻ സ്വപ്നത്തിൽ വന്നു. ഞാൻ ഇവിടുത്തെ രജേന്ദ്ര നന്ദൻ ഗോപാലനാണ്, കൃഷ്ണനാണ്. എന്നെ ഇവിടെ ഈ ഗോവർദ്ധന്റെ പർവ്വതത്തിന്റെ താഴെ എൻ്റെ മൂർത്തി, എൻ്റെ വിഗ്രഹം മുഗളന്മാർ വന്നിട്ട് നശിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ അതിനെ കുഴിച്ചു മൂടിയിട്ടുണ്ട്. കുറെ കാലമായിട്ട് ഞാൻ ഇവിടെ ചൂട് കൊണ്ട് ബുദ്ധിമുട്ടിയിരിക്കുകയാണ്, എന്നെ അവിടെ നിന്ന് രക്ഷിക്കണം, എന്നിട്ട് എന്നെ സ്ഥാപിക്കണം എന്ന് സ്വപ്നത്തിൽ കണ്ടപ്പോഴാണ്, അയ്യോ ഭഗവാൻ സ്വയം എൻ്റെ അടുത്ത് വന്നിട്ട് എനിക്ക് മനസ്സിലായില്ലല്ലോ. ഉടനെ
സ്വപ്നത്തിൽ നിന്ന് രാവിലെ അപ്പോഴേക്കും എഴുന്നേറ്റ് എല്ലാ ഗ്രാമവാസികളെയും വിളിച്ച് അവിടേക്ക് പോയി. ഈ സ്വപ്നത്തിൽ കണ്ട സ്ഥലത്തേക്ക് പോയി. അവിടെ ചെന്ന് കുഴിച്ചു നോക്കുമ്പോൾ ഗോപാൽജിയുടെ ഡേറ്റ് കിട്ടി. ആ ഗോപാൽജിയുടെ ഡേറ്റ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ചൈതന്യ ചരിതാമൃതത്തില് മധ്യലീലയില് 4-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട് എങ്ങനെയാണ് അവർ സ്ഥാപിച്ചത്. അപ്പൊ അന്ന് അഭിഷേകം വളരെ എലോബറേറ്റുള്ള അഭിഷേകം, പിന്നെ തണുപ്പിക്കാൻ വേണ്ടി ചന്ദനം കൊണ്ടൊക്കെ അഭിഷേകം എത്രയോ 1000 കുടം വെള്ളം, പിന്നെ പഞ്ചഗ്രവ്യം, പഞ്ചാമൃതം ഒക്കെ. അതായത് ആ ഗോവർദ്ധൻ പർവ്വതത്തിലെ മുകളിൽ എല്ലാ സ്ഥലവും ഓക്യുപ്പൈ ചെയ്തു നാട്ടുകാര്. എന്നിട്ട് അവിടെ ഈ അന്നക്കൂട്ടുണ്ടാക്കി, എല്ലാ പല തരത്തിലുള്ള വ്യഞ്ജനങ്ങളും കൊടുത്തിട്ട് അന്നക്കൂട്ടുണ്ടാക്കി അഭിഷേകം ചെയ്തു, അവിടെ സ്ഥാപിച്ചു. ഏതാ ഗോപാൽജി. ആ ഗോപാൽജിയാണ് പിന്നീട് 1-2 സ്ഥലം എന്താ കലോലി അല്ല, എന്തൊരു കരോലി എന്ന സ്ഥലത്തേക്ക് പോയി. അവിടുന്ന് പിന്നീട് നാഥ്വാറിൽ. ഇപ്പൊ ആ ഗോപാൽജിയാണ് നാഥ്വാറിൽ ശ്രീനാഥ്ജി. ഇപ്പൊ ദുബായിലത്തെ ശ്രീനാഥ്ജി ടെമ്പിളൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലെ, ചെറിയ ടെമ്പിള് കൃഷ്ണന്റെ. ആ ശ്രീനാഥ്ജിയാണത്. ഇവിടെ നമ്മുടെ ഇസ്കോൺ ചൗപ്പാത്തിയില് ശ്രീനാഥ്ജിയുടെ ഒരു വിഗ്രഹമുണ്ട്. അവിടെ നാഥ്വാറിൽ ശ്രീനാഥ്ജിയുടെ ടെമ്പിൾ എന്ന് പറഞ്ഞാൽ എപ്പോഴും പ്രസാദം, എപ്പോ പോയാലും പ്രസാദം. പുള്ളി ഒരു കിണറാണ്, നെയ്യിന്റെ കിണറാണ്. അപ്പൊ അത് ഉപയോഗിക്കുന്നില്ല. പണ്ടത്തെ കാലത്ത് ഒരു കിണർ, നമ്മൾ വെള്ളമല്ലേ സംഭരിച്ച് വെക്കുക കിണറില്, അന്ന് നെയ്യാണ് സംഭരിച്ച് വെച്ചത്. എന്നിട്ട് പൈപ്പ് വഴി അത് സപ്ലൈ ചെയ്യും കിച്ചണിലേക്ക്. അങ്ങനെയായിരുന്നു അവർ പ്രസാദം ഉണ്ടാക്കിയിരുന്നത്. അത്രയും പ്രസാദം നാഥ്വാറിൽ കിട്ടും. ഒരുപാട് വെറൈറ്റീസ് ഓഫ് ഡിഷ്. വളരെ ഫേമസ് ടെമ്പിളാണ് നാഥ്വാറിൽ. പോകേണ്ടതാണ് സ്ഥലമാണ് ഇത് ശ്രീനാഥ്ജി. അതാണ് മാധവേന്ദ്രപുരി. മാധവേന്ദ്രപുരി എന്താ പറഞ്ഞ, ഏത് സ്റ്റേറ്റിലാണ്? രാജസ്ഥാനില്. പിന്നെ മാധവേന്ദ്രപുരിയോട് ഗോപാൽജി വീണ്ടും റിക്വസ്റ്റ് ചെയ്തു, എൻ്റെ ഭയങ്കര ചൂടാണ്, എനിക്ക് എന്താ പറയാ ശമനം കിട്ടിയിട്ടില്ല ചൂടുന്ന, ഒരുപാട് കാലം മണ്ണിന്റെ അടിയിൽ ആയതുകൊണ്ട് ഗോപിചന്ദ്രൻ കൊണ്ടുവരാൻ പറഞ്ഞു ജഗന്നാഥ്പുരിയിൽ പോയിട്ട്. ആ സമയത്താണ് ഖീർ ചോർ ഗോപിനാഥന്റെ ആ ഒരു ലീല നടക്കുന്നത്. ഓക്കെ, അത് പോയി കൊണ്ടിരുന്നു. അപ്പോൾ ആ ലീല നടന്നു. പോയി കൊടന്ന് അവിടെ രമുനയിലെത്തിയപ്പോൾ പറഞ്ഞു, ഞാനും അതായത് ഗോപിനാഥും ഗോപാൽജിയും തമ്മിൽ യാതൊരു വ്യത്യാസമില്ല, അതുകൊണ്ട് ഇനി വീണ്ടും ഇത്ര ബുദ്ധിമുട്ടിയിട്ട് വൃന്ദാവനത്തിൽ പോകേണ്ട ആവശ്യമില്ല. ആ ചന്ദനം എൻ്റെ ഈ ഗോപിനാഥ് ഡേറ്റിയിലെ പുരട്ടിയാൽ മതി, എനിക്ക് ആശ്വാസം കിട്ടും പറയും. അപ്പൊ അങ്ങനെ ഒരുപാട് ലീലകൾ നടന്നിട്ടുണ്ട്. ഇപ്പോൾ ആ മഹാഭക്തനാണ് മാധവേന്ദ്രപുരി. സോ ജഗന്നാഥിന്റെ വിഗ്രഹം മാറ്റിയിട്ട് പഴയ ജഗന്നാഥിനെ മാറ്റില്ലേ? അപ്പൊ ആ ജഗന്നാഥിനെ ഒരു ഭക്തൻ തിരിച്ചു വൃന്ദാവനത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു സ്റ്റോറി ശരണ്യ മാതാജി പറഞ്ഞിരുന്നത് മാധവേന്ദ്രപുരി ആണോന്ന് അറിയില്ല. ശരണ്യ മാതാജി ഓർമ്മയുണ്ടോ ആ സ്റ്റോറി? മാതാജി സ്റ്റോറിയാ? അങ്ങനെ പറഞ്ഞിരുന്നു. അങ്ങനെ വിഗ്രഹങ്ങൾ മാറ്റിയിട്ട് ജഗന്നാഥിനെ കൊണ്ടുവരുന്ന ഒരു സ്റ്റോറി പറഞ്ഞില്ലേ ശരണ്യ മാതാജി? അത് മാധവദാസ് വേറെയാ. ശരി, ഓക്കെ, സോറി, അതാണ് വിചാരിച്ചു. അല്ല, ഇത് മാധവേന്ദ്രപുരിയുടേതാണ്. മാധവേന്ദ്രപുരി ഈശ്വരപുരിയുടെ സ്പിരിച്വൽ മാസ്റ്ററാണ്. ഓക്കെ, ഗൗഡിയ വൈഷ്ണവിസം, അതിന്റെ രാധാകൃഷ്ണ ഡെയിറ്റി വർഷിപ്പിന്റെ മഹത്വം ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തതും മാധവേന്ദ്രപുരിയാണ്. മാധവേന്ദ്രപുരിയാണ് ഈശ്വരപുരി, അദ്വൈതാചാര്യുണ്ട്, അദ്വൈതാചാര്യ, പരമാനന്ദപുരി, പിന്നെ നിത്യാനന്ദ പ്രഭുവർക്കൊക്കെ ഇനീഷ്യേഷൻ കൊടുത്തത്. ആ ഈശ്വരപുരിയുടെ ഡിസൈപ്പിളാണ് ചൈതന്യ മഹാപ്രഭു. So please do not expose them anywhere and everywhere. Since my activities appear to be like those of a madman, people may take them lightly and laugh. അതുകൊണ്ട് ഈ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും സാധാരണ ജനങ്ങളോട് പറയാൻ പാടില്ല, ഷെയർ ചെയ്യാൻ പാടില്ല. ആരും ഇത് വളരെ ചീപ്പായിട്ട് എടുക്കും എന്ന് ആര് പറയുന്നു? ചൈതന്യ മഹാപ്രഭു രാമാനന്ദറായോട് പറയുന്നു. ആമി ഏക ബാട്ടുല തുമി ദിവ്യ ദ്വിതീയ ബാട്ടുല അതേവ തോമായ അമായ ഹയസ മാതുല.
आम्ही एका भाटुला तुम्ही द्वितीया भाटुला अद एवा तो माया आमाया हाय समतुला. Chaitanya Mahaprabhu then said, "Indeed, I am a madman, and you're also a madman. Therefore, we are on the same platform." രണ്ട് കൂട്ടുകാരും ഒരേ ലെവലിലാണെങ്കിൽ പിന്നെന്താണ്? രണ്ടുപേരും മത്തി പിടിച്ചിരിക്കുകയാണ്. എന്തുകൊണ്ട്? കൃഷ്ണപ്രേമം. കൃഷ്ണപ്രേമത്താൽ രണ്ടുപേർക്കും മത്തി പിടിച്ചിരിക്കുകയാണ്. രണ്ടുപേരും ഒരേ കാറ്റഗറിയിലുള്ള ആൾക്കാരാണെന്ന് പറയാണ്. All these conversations between Ramananda Rai and Sri Chaitanya Mahaprabhu appear ludicrous to a common man who is not a devotee. ഒരു ഭക്തനല്ലെങ്കിൽ, എസ്പെഷ്യലി ഭക്തനല്ല, അതായത് ഗൗഡിയ വൈഷ്ണവസത്തിന്റെ സിദ്ധാന്തം അറിയാത്ത ആൾക്കാർക്കെല്ലാം, ഈവൻ ഭക്തനായാലും കാര്യമില്ല, ചൈതന്യ മഹാപ്രഭുവിന്റെ മഹത്വം അറിയാത്ത ഒരാൾക്കും ഇത് മനസ്സിലാക്കാൻ പറ്റില്ല. ആരാണ് ചൈതന്യ മഹാപ്രഭു? ചൈതന്യ മഹാപ്രഭുവിന്റെ ഇവിടുത്തെ അവതാരം എന്തിനാണ്, ആ ലീലകൾ എന്താ, ഇത് മനസ്സിലാക്കാത്ത ഒരു വ്യക്തിക്കും, ഈവൻ ഡിവോട്ടി ആയിക്കോട്ടെ മറ്റു സമ്പ്രദായത്തിൽ, അതെല്ലാം ഒരു വളരെ ലൈറ്റ് ആയിട്ട് എടുക്കും. അതാണ് പറയുന്നത്, appeared ludicrous to a common man who is not a devotee. The entire world is filled with material conceptions, and people are unable to understand these conversations due to the conditioning of mundane philosophy. അപ്പോൾ ഈ കണ്ടീഷനിങ് ഓഫ് ദ മണ്ടൈൻ ഫിലോസഫി, ഒരുപാട് ഫിലോസഫി ഉണ്ട് നമ്മുടെ സനാതന ധർമ്മത്തില്. അതിൽ നമ്മുടെ ഇപ്പൊ സനാതന ധർമ്മത്തിലുള്ള ആൾക്കാര്, ഹിന്ദു ആയിട്ടുള്ള ആൾക്കാര്, അതിൽ പകുതിയിലും കൂടുതൽ ആൾക്കാർ എന്താണ്? വിശ്വാസമില്ലാത്ത ആൾക്കാരാണ്. ഏത്തിസ്റ്റിക്കൽ മെന്റാലിറ്റിയാണ്. പിന്നെ വളരെ വിശ്വാസമുള്ള ആൾക്കാരുടെ ഇടയിലും കൺഫ്യൂഷൻ, ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ട്. ആരാണ് ദൈവം ചോദിച്ചാൽ ആർക്കും ഒരു മറുപടി പറയാൻ പറ്റില്ല. അങ്ങനത്തെ കൺഫ്യൂഷൻ. ദൈവത്തിന് രൂപമുണ്ടോ, രൂപമില്ല വെച്ചാൽ അതും അറിയില്ല. ഒരുപാട് കൺസെപ്ഷൻസ്, മിസ്കൺസെപ്ഷൻസ് എല്ലാം കൂടി അവർ ആ ഫിലോസഫി എന്താണെന്ന് അറിയാതെ ഉള്ള കുറെ ആൾക്കാരാണ്. അതാണ് പറയുന്നത്, entire world is filled with material conceptions and people are unable to understand this conversation due to the conditioning of mundane philosophy. Those who are overly attached to mundane activities cannot understand the ecstatic conversation between Ramananda Rai and Chaitanya Mahaprabhu. Consequently, the Lord requested that Ramananda Rai keep all these conversations secret and not expose them to general public. അത് കാരണം കാണിച്ചാൽ അവർക്ക് മനസ്സിലാവില്ല, പിന്നെ അവർ തെറ്റിദ്ധരിക്കും, അവര് അതിനെ നിന്ദിക്കും. അപ്പൊ അതുകൊണ്ട് അവർക്ക് അപരാധം മാത്രമേ കിട്ടുള്ളൂ. അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളും ഇത്രയും കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യങ്ങളും സാധാരണ ജനങ്ങളെ അറിയിക്കാതിരിക്കുക. അതുകൊണ്ട് അവർക്ക് മെച്ചേ കിട്ടുള്ളൂ. അറിയിച്ചാൽ അവരതിനെ നിന്ദിച്ചാൽ അവർക്ക് അപരാധം, വൈഷ്ണവ അപരാധം കിട്ടും. അപ്പൊ അതിനേക്കാളും നല്ലത് എന്താണ്? പറയാതിരിക്കുക. Consequently, the Lord requested that Ramananda Rai keep all these conversations secret and not expose them to the general populace. If one is actually advanced in Krishna consciousness, he can understand these confidential talks. Otherwise, they appear crazy. ഒരു ശുദ്ധ ഭക്തന് മാത്രമേ ഇതെല്ലാം മനസ്സിലാക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഇതെല്ലാം ഭ്രാന്തന്മാരാണെന്ന് വിചാരിക്കും. Sri Chaitanya Mahaprabhu therefore informed Ramananda Rai that they both appeared like madmen and were therefore on the same platform. It's confirmed in the Bhagavad Gita 2.69. Yanisha sarva bhudanam sasyam jagrati samyami yasyam jagrati bhudani sanisha pasyado mune. What is night for all beings is the time of awakening for the self-controlled, and the time of awakening for all beings is night for the introspective sage. അപ്പോൾ ഭഗവാന്റെ ഭക്തന്മാര് ഭഗവാന്റെ കാര്യങ്ങളില്, ഭഗവാന്റെ ഭക്തിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് സാധാരണ ജനങ്ങൾ എന്താണ്? സെൻസ് ഗ്രാറ്റിഫിക്കേഷൻ ചെയ്യുന്നു, അല്ലെ? അവർക്ക് അറിയുന്നില്ല അവരുടെ ജീവിത ലക്ഷ്യം എന്താണ്, എന്തിനാണ് അവരുടെ ഈ ജീവിതം, ഈ ലൈഫിന്റെ പർപ്പസ് എന്താണെന്ന് അവർക്ക് അറിയുന്നില്ല. അപ്പോൾ ഇത് ഭക്തന്മാർക്ക് മാത്രമേ പറഞ്ഞാൽ മനസ്സിലാവൂ എന്നാണ് പറയുന്നത്. സംടൈംസ് കൃഷ്ണ consciousness appears like a type of madness to mundane people, just as the activities of mundaneness are considered a form of madness by Krishna consciousness. എങ്ങനെ സാധാരണ ജനങ്ങള് കൃഷ്ണാവബോധത്തിലുള്ള ഭക്തന്മാരെ ഭ്രാന്തന്മാരെ കാണുന്നു, അതേപോലെ കൃഷ്ണാവബോധത്തിലുള്ള ഭക്തന്മാര് സാധാരണ ജനങ്ങളെ ഭ്രാന്തന്മാരായിട്ട് കണക്കാക്കുന്നു. കാരണം ചില സാധാരണ ജനങ്ങൾ ഇവരെന്താ എപ്പോഴും നാമം ജപിച്ചുകൊണ്ടിരിക്കുന്നു, ഡാൻസ് ചെയ്യുന്നു, ഹരിനാമ കീർത്തനം സ്ട്രീറ്റിൽ ചെയ്യുന്നു, ബുക്ക് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നു, പ്രസാദം വിതരണം ചെയ്യുന്നു, ഇവരൊക്കെ എന്താ അസുഖം വല്ലതുണ്ടോ എന്നാണ് സാധാരണ ജനങ്ങള്
ഡിവോട്ടീസിനെ പറ്റി ആലോചിക്കുന്നത്. അതേപോലെ ഡിവോട്ടീസ് വരിക്കും ഇവരുടെ ഈ വളരെ പ്രീഷ്യസ് ആയിട്ടുള്ള ഈ ജന്മം, മനുഷ്യ ജന്മം അവർ വ്യർത്ഥമാക്കുകയാണ്. കാണിച്ചാൽ ഈ ഒരു മനുഷ്യ ജന്മത്തിൽ മാത്രമേ നമുക്ക് ഭഗവത് ധാമിലേക്ക് പോകാൻ പറ്റുള്ളൂ. അത് അവർ വ്യർത്ഥമാക്കുന്നു എന്ന് ഡിവോട്ടീസും അവരെ പറ്റി വിചാരിക്കുന്നു. ടെക്സ്റ്റ് 292. ഏ രൂപദാസ രാത്രി രാമാനന്ദ സംഘേ സുഖേ ഗോണൈല പ്രഭു കൃഷ്ണ കഥാരംഗേ. हे रूपदास रात्रि रामानंद संगे सुखे गोनैला प्रभु कृष्णा कथारंगे. For 10 nights, Lord Chaitanya Mahaprabhu and Ramananda Rai spent a happy time discussing the past tense. 10 രാത്രികൾ, 10 long nights. എന്തെല്ലാം സംസാരിച്ചിട്ടുണ്ടാവും അല്ലെ, എന്തെല്ലാം ഫിലോസഫി, എന്തെല്ലാം ഡിവോഷണൽ ആക്ടിവിറ്റീസിനെ പറ്റി സംസാരിച്ചിട്ടുണ്ടാവും. ഇവിടെ നമുക്ക് തരുന്നത് ഫ്യൂ വേഴ്സസ്. അതേപോലെ 10 ദിവസം രൂപ ഗോസ്വാമിക്കും ചൈതന്യ മഹാപ്രഭു ശിക്ഷ കൊടുത്തിരുന്നു. 2 മാസം സനാതന ഗോസ്വാമിക്കും. അപ്പോ ഇതെല്ലാം നമുക്ക് കാച്ചി കുറുക്കി ഫ്യൂ വേഴ്സസിൽ നമുക്ക് തരുന്നത് ആര്? കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി. 10 ദിവസമൊക്കെ ഡിവോഷണൽ ആക്ടിവിറ്റീസിനെ പറ്റി സംസാരിക്കുക എന്ന് പറഞ്ഞാൽ അത് കുറച്ചൊന്നല്ല, എത്രയോ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടാവും. പക്ഷെ രൂപ ഗോസ്വാമി നമുക്ക് ആ 10 ദിവസത്തെ ആ ശിക്ഷ നെക്ടർ ഓഫ് ഡിവോഷനിലെ എസൻസ് ആയിട്ട് തന്നിട്ടുണ്ട്. നെക്ടർ ഓഫ് ഡിവോഷൻ അതും വലിയൊരു ഭക്തി ഗ്രന്ഥമാണ്. എന്താണ് ഭക്തി, എങ്ങനെയാണ് ഭക്തി പ്രാക്ടീസ് ചെയ്യേണ്ടത്, എന്താണ് ഭക്തി, ആർക്കാണ് ഭക്തി, ഈ ആരോടാണ് ഭക്തി വേണ്ടത്, ഇതെല്ലാം വളരെ എലോബറേറ്റ് ആയിട്ട് ഈ നെക്ടർ ഓഫ് ഡിവോഷനില് ഭക്തി രസാമൃത സിന്ധുവില് രൂപ ഗോസ്വാമി നമുക്ക് വേണ്ടി തന്നിട്ടുണ്ട്. ഇവിടെ 10 രാത്രിയാണ് രാമാനന്ദറായും ചൈതന്യ മഹാപ്രഭുവും തമ്മിലുള്ള ആ സംവാദം ഉണ്ടായിരിക്കുന്നത്. നിഗൂഢ വ്രജേരാരസ ലീലാര വിചാര അനേക കഹില താരാന പൈല പാര. निगूढ़ व्रजरा रसा लैलारा विचारा अनेका काहिला तारा अनपालीला पारा. The conversation between Ramananda and Sri Chaitanya Mahaprabhu contained the most confidential subject matters. Touching the conjugal love between Radha and Krishna in Vrindavana, Vrajabhumi, although they talked at great length about this pastime, they could not reach the limit of discussion. അപ്പോൾ ഇതിന്റെ ഈ സംവാദം പ്രധാനപ്പെട്ട എന്തായിരുന്നു സബ്ജക്ട് മാറ്റർ? കോൺഫിഡൻഷ്യൽ സബ്ജക്ട് മാറ്റേഴ്സ്. അതായത് കോൺഫിഡൻഷ്യൽ സബ്ജക്ട്, മോസ്റ്റ് കോൺഫിഡൻഷ്യൽ, മോർ കോൺഫിഡൻഷ്യൽ, മോസ്റ്റ് കോൺഫിഡൻഷ്യൽ, ഗുഹ്യം, ഗുഹ്യതരം, ഗുഹ്യതമം, ഏറ്റവും ടോപ്പ് ലെവലുള്ള കോൺഫിഡൻഷ്യൽ മാറ്റേഴ്സ്. അതിലെന്താണ് പ്രധാനപ്പെട്ട സബ്ജക്റ്റ്? കോൺജുഗൽ ലവ് ബിറ്റ്വീൻ രാധ ആൻഡ് കൃഷ്ണ. ഒരു സന്യാസിക്ക് എന്ത് കാര്യമുണ്ട് ഒരു ലവിങ് അഫയേഴ്സിനെ പറ്റി സംസാരിക്കാൻ? അവരുടെ ഏരിയ അല്ല അല്ലേ? സന്യാസി ടോട്ടലി aloof, totally away from such subject matters, but still he discusses the loving affairs between Radha and Krishna. കാരണം ഇത് നമ്മൾ വിചാരിക്കുമ്പോഴുള്ള മണ്ടേൻ ലെവലുള്ള ഒരു ലവിങ് അഫയേഴ്സ് അല്ല. ദീസ് ആർ ട്രാൻസെൻഡന്റൽ ലവിങ് അഫയേഴ്സ്. അതുകൊണ്ടാണ് ചൈതന്യ മഹാപ്രഭു ഇത് റിലീസ് ചെയ്യുന്നത്. രാധാകൃഷ്ണ പ്രേമം എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ വിചാരിക്കുന്ന പോലെ ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിലുള്ള ഒരു പ്രണയമൊന്നുമല്ല. ടോട്ടലി ബിയോണ്ട് അവർ മെറ്റീരിയൽ കണ്ടീഷനിങ് സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ഉള്ള, അതായത് ട്രാൻസെൻഡൽ ആയിട്ടുള്ള സബ്ജക്ട് മാറ്റർ ആണ്. അപ്പൊ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം, ഒരു സാധാരണ റിനൗൺസ് ചെയ്തിട്ടുള്ള ആൾക്കാർ, സന്യാസി വര്യന്മാര്, അവർക്ക് ഇങ്ങനത്തെ യാതൊരു ടോപ്പിക്കിനും ഇൻട്രസ്റ്റ് ഇല്ല. പക്ഷെ ഇവിടെ ഇത് ഭഗവാന്റെ ടോപ്പിക്കാണ്, സ്പിരിച്വൽ മാറ്റേഴ്സ് ആണ്, ട്രാൻസെൻഡൽ സബ്ജക്ട് മാറ്റേഴ്സ് ആണ്. അതുകൊണ്ടാണ് അവര് ഇത് ആനന്ദിക്കുന്ന ഈ ടോപ്പിക് സംസാരിക്കുമ്പോൾ. ബിറ്റ്വീൻ രാധ ആൻഡ് കൃഷ്ണ ഇൻ വൃന്ദാവനം, അത് പ്രത്യേകിച്ചിട്ടും വൃന്ദാവനത്തിലുള്ള പാസ്റ്റ് ടൈംസ്. വൃന്ദാവനത്തിലുള്ള പാസ്റ്റ് ടൈംസ് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അത്രയും ഹൈലി എലിവേറ്റഡ് ഒരു ഭക്തന് മാത്രമേ പറ്റുള്ളൂ.
ബാക്കി ഭഗവാന്റെ ഓപ്പുലൻസസ് ഒക്കെ സാധാരണ ഡിവോട്ടീസ് മനസ്സിലാക്കാൻ പറ്റും. ഭഗവാന്റെ മഹത്വം, ഗ്രേറ്റ്നെസ്, ഓപ്പുലൻസസ് ഒക്കെ സാധാരണ ഏതൊരു ഭക്തനും മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഒരുപാട് ലീലകളുണ്ട്, ഒരുപാട് അസുരന്മാരെ വധിച്ചിട്ടുണ്ട് അല്ലെ ഭഗവാൻ. ഒരു ഗോവർദ്ധൻ പർവ്വതം അതുണ്ട്, ബ്രഹ്മവിമോഹൻ ലീല, അങ്ങനെ പിന്നെ അങ്ങനെ ഒരുപാട് ലീലകൾ ഉണ്ട്. അതെല്ലാം സാധാരണ ആൾക്കാർക്ക് മനസ്സിലാക്കാം, ഓപ്പുലൻസ് ആണ്, ഐശ്വര്യം ആണ്. പക്ഷെ ഭഗവാന്റെ രാസലീല, ഭഗവാനും ഭഗവാന്റെ ഡിവോട്ടീസ് തമ്മിലുള്ള മാധുര്യ രസത്തിലുള്ള ലീലകൾ സാധാരണ ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. So although they talked at great length about this pastime, they could not reach the limit of discussion. ഒരുപാട് കാര്യങ്ങൾ ഇതെല്ലാം സംസാരിച്ചു, അതിന്റെ അൾട്ടിമേറ്റ് ആ ഒരു ലെവലിൽ, ടോപ്പ് മോസ്റ്റ് ലെവലിലേക്ക് അവർക്ക് എത്താൻ പറ്റില്ല. കാണിച്ചാൽ ഇതെന്താണ്, അപാരമാണത്, ലിമിറ്റ്ലെസ് ആണ്. ആനന്ദാംബുതി വർധനം, എത്രത്തോളം നമ്മൾ അത് ഡിസ്കസ് ചെയ്യുന്നു അത് അത്രത്തോളം ആ ഡിസ്കഷൻ കൂടി പോവുകയുള്ളൂ. കാണിച്ചാൽ അത്രയും എക്സ്റ്റാറ്റിക്കലാണ് പോകുന്നത്. ആ ആനന്ദം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. ഭഗവാന്റെയും ഗോപികമാരുടെയും എസ്പെഷ്യലി അത് രാധാറാണിയും തമ്മിലുള്ള ആ ലീലകൾ വർണ്ണിക്കുമ്പോൾ അതിന് യാതൊരു സീമ, യാതൊരു ലിമിറ്റും കണ്ടെത്താൻ പറ്റില്ല എന്നാണ് പറയുന്നത്. 94 तामाकंशा रूपा सोना रत्ना चिंतामणि कहा यादी कहान पोटा माया ये का खानी हेहा. तामाकंस रूपा सोना रत्न चिंतामणि के हयादी कहान पोटा पाया एका कहानी. Actually, these conversations are like a great mine where from a single place one can extract all kinds of metals, copper, bell metal, silver and gold, and also touchstone, the basis of all metals. അപ്പോൾ ഇതെന്താണ് എന്നോട് ഒരു താരതമ്യം, ഒരു ഉപമ കൊടുത്തിരിക്കുന്നത്, ഇതെല്ലാം ഒരു വലിയൊരു ഖനിയാണ്. ആ ഒരൊറ്റ ഖനിയിൽ തന്നെ എല്ലാ മിനറൽസും കിട്ടും. എന്തൊക്കെയാണ്? കോപ്പർ, ബെൽ മെറ്റൽ, സിൽവർ, ഗോൾഡ്, ടച്ച്സ്റ്റോൺ എല്ലാം കിട്ടും. അതാണ് ഈ കൺവെർസേഷനെ അവര് കമ്പയർ ചെയ്യുന്നത്. Srila Bhaktivinoda Thakur gives the following summary of the conversations between Ramananda Rai and Sri Chaitanya Mahaprabhu. പ്രഭുപാദ ഇതിന്റെ കമന്ററി മുഴുവനെ ഭക്തിവിനോദ് ഠാക്കൂറിന്റെയും പിന്നെ ഭക്തി സിദ്ധാന്ത സരസ്വതി ഗോസ്വാമിമാർ അവരുടെ ഭാഷ്യത്തിൽ നിന്നാണ് കൂടുതൽ കമന്ററി ചെയ്തിരിക്കുന്നത് ഈ ചൈതന്യ ചരണം. അതായത് അമൃതപ്രവാഹ ഭാഷ്യ ആൻഡ് അനുഭാഷ്യ എന്നാണ് കൂടുതൽ എടുത്തിരിക്കുന്നത്. Srila Bhaktivinoda Thakur gives the following summary of the conversation between Ramananda Rai and Sri Chaitanya Mahaprabhu. Ramananda Rai replied to 5 questions of Sri Chaitanya Mahaprabhu, and these questions and the replies are recorded in verses 57 to 67. Okay? അപ്പോൾ ശ്ലോകങ്ങൾ 57 മുതൽ 67 വരെ രാമാനന്ദ റായ് 5 ചോദ്യങ്ങൾ ചോദിച്ചു. അപ്പോൾ നിങ്ങൾ ഈ വീണ്ടും ഇതിനെ ഒരു റിഫ്രഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, റിവൈസ് ചെയ്യണമെങ്കിൽ 57 മുതൽ 67 വരെയുള്ള ശ്ലോകങ്ങൾ വായിച്ചാൽ ഈ 5 ചോദ്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പ്ലസ് അതിന്റെ റിപ്ലൈസും. The first answer is compared to copper. The second to the second to a better metal, bell metal. The third to a still better metal, silver, and the fourth to the best metal of all, gold. But the fifth answer is compared to the most valuable gem touchstone. അതാണ് ഈ ഉദാഹരണം പറയുന്നത്. ആദ്യം കോപ്പർ, പിന്നെ ബെൽ മെറ്റൽ, സിൽവർ, ഗോൾഡ്, ദെൻ ടച്ച്സ്റ്റോൺ. അങ്ങനെയാണ് അതിന്റെ ഒരു പ്രോഗ്രസീവ് വരുന്നത്. അപ്പൊ ടച്ച്സ്റ്റോൺ എന്താണ്? നമുക്ക് ടച്ച്സ്റ്റോൺ കിട്ടിയാൽ വേറൊന്നും ആവശ്യമില്ല. അതുകൊണ്ട് എന്ത് വേണമെങ്കിൽ നമുക്ക് ആഗ്രഹിച്ച് സാധിച്ചു തീർക്കാൻ പറ്റും അല്ലേ? സിൽവർ ഉണ്ടെങ്കിൽ സിൽവർ മാത്രമേ ഉള്ളൂ, ഗോൾഡ് ഉണ്ടെങ്കിൽ ഗോൾഡ് മാത്രമേ ഉള്ളൂ, കോപ്പർ ആണെങ്കിൽ കോപ്പർ മാത്രമേ ഉള്ളൂ, ബെൽ മെറ്റൽ ആണെങ്കിൽ ബെൽ മെറ്റൽ. പക്ഷെ ഇവിടെ ടച്ച് സ്റ്റോൺ കിട്ടുകയാണെങ്കിൽ നമുക്ക് എന്താഗ്രഹിക്കുന്നു അത് കിട്ടും. അപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നതാണ് ടച്ച് സ്റ്റോൺ ആയിരിക്കണം അല്ലേ? അല്ലാണ്ട് എനിക്ക് ഗോൾഡാണ് കാണിച്ചാൽ എല്ലാവർക്കും ഗോൾഡാണത് ഏറ്റവും വലിയ പ്രീഷ്യസ് മെറ്റൽ. പക്ഷെ ടച്ച് സ്റ്റോണിനെ പറ്റിയിട്ട് ആർക്കും വിവരമില്ല. അപ്പോൾ
fifth answer is touchstone, because it deals with unalloyed devotion. Unalloyed devotion, the ultimate goal of devotional life, and illuminates the preceding four subordinate answers. Eliminates the preceding four subordinate. For 5 question, 5 answer. അതിൽ ടോപ്പ് മോസ്റ്റ് എന്താണ്? അൺഅലോയ്ഡ് ഡിവോഷൻ. അതിനെ ടച്ച് ഓൺ ആയിട്ട് ചിന്താമണി, എന്ത് നമ്മൾ ആഗ്രഹിക്കുന്നതോ അത് നമുക്ക് ലഭിക്കും. Srila Bhakti Siddhanta Saraswati Thakur points out that in Vrajabhumi there is the Yamuna river with its sandy banks. There are kadamba trees, cows, Krishna sticks with which he herds cows, and Krishna's flute. All of these belong to Shantarasa. Okay. അപ്പോൾ എന്തൊക്കെയാണ് ശാന്തരസത്തിൽ വരുന്നത്? ശാന്തരസം എന്ന് പറഞ്ഞാൽ എന്താണ്? ന്യൂട്രൽ ആണ്, പാസീവ് ആയിട്ട്, ആക്റ്റീവ് അല്ല. അതില് സാൻഡി ബാങ്ക്സ്, യമുന റിവറില് സാൻഡി ബാങ്ക്സിൽ എന്തൊക്കെയാണ്? ദർ ആർ കടമ്പ ട്രീസ്, വൃക്ഷങ്ങള്, പശുക്കള്, കൃഷ്ണന്റെ ലാഠി സ്റ്റിക്സ്, പിന്നെ കൃഷ്ണാസ് ഫ്ലൂട്ട്. ഇതെല്ലാം ശാന്തരസത്തിലാണ്. ദ മെലോ ഓഫ് ന്യൂട്രാലിറ്റി. എല്ലാം ശാന്തരസത്തിലല്ലേ വരുന്നത് പ്രഭു? ശാന്തരസം. ദ മെലോ ഓഫ് ന്യൂട്രാലിറ്റി ഇൻ ഡിവോഷൻ സർവീസ്. ന്യൂട്രലായിട്ട്, ഓക്കെ, പാസീവ് സ്റ്റേറ്റിലാണ് അവരൊക്കെ. There are also the direct servants of Krishna, such as Chitraka, Patraka, and Raktaka. And these are the embodiments of service in the mellow of servitude. അപ്പോൾ ദാസ്യഭാവത്തില് ഭഗവാന്റെ ഫ്രണ്ട്സ് ഉണ്ട്. അവരെക്കാരാണ് ചിത്രക, പത്രക, രക്തക. ഈ ഡിവോട്ടീസ് എല്ലാം ഭഗവാനെ സേവ ചെയ്യുന്നത് ദാസ്യഭാവത്തിലാണ്. There are also friends like Sridama and Sudama who embody service in fraternity. സഖ്യഭാവത്തില് ശ്രീദാമ, സുദാമ, നമ്മളുടെ ഭഗവത്ഗീതയിലെ അർജുനൻ, ഇവരൊക്കെ സഖ്യഭാവത്തിലാണ്. Mellow of servitude. There are also friends like Nanda Maharaj and Mother Yashoda are the embodiments of parental love. വാത്സല്യ ഭാവത്തില് നന്ദ മഹാരാജ, യശോദമയ, ദേവകി, വാസുദേവര്, പിന്നെ എൽഡർലി ഗോപാസ്, ഇവരെല്ലാം എന്തിലാണ്? പാരന്റൽ ലവ്, വാത്സല്യ ഭാവത്തില്. Above all these are Srimati Radharani and her assistants, the gopis, Lalita, Vishaka, and others who embody conjugal love. അപ്പൊ ഇവരെല്ലാം എല്ലാം മീതാണ് രാധാറാണിയും ആ രാധാറാണിയുടെ ഫുൾ എൻടോറേജ്, ഫുൾ ഗ്രൂപ്പ് ഓഫ് ഗോപീസ് ലൈക്ക് ലളിത, വിശാഖ തുടങ്ങിയിട്ടുള്ളത്. അവരെന്താണ്? മാധുര്യരസത്തിലാണ്. In this way, all 5 mellows, Shanta, Dasya, Sakhya, Vatsalya, and Madhurya, exist eternally in Vrajabhumi. They are also compared respectively to copper, bell metal, silver, gold, and touchstone, the basis of all metals. അപ്പോൾ കോപ്പർ എന്താണ്? ദാസ്യരസം. ഒരു കമ്പാരിസൺ ആണ് കേട്ടോ. ബെൽ മെറ്റൽ എന്താണ്? ദാസ്യരസം. സിൽവർ എന്താണ്? സഖ്യരസം. ഓക്കെ. ഗോൾഡ് എന്താണ്? വാത്സല്യരസം. ടച്ച്സ്റ്റോൺ മാധുര്യരസം. The basis of all metals. Srila Kaviraj Goswami therefore refers to a mind externally existing in Vrindavana Vrajabhumi. അപ്പൊ അതേപോലെ തന്നെ ചൈതന്യ മഹാപ്രഭുവിന്റെ അസോസിയേറ്റ്സും ഈ വ്യത്യസ്തമായിട്ടുള്ള രസങ്ങള് ചൈതന്യ മഹാപ്രഭുവിന്റെ ഡീലിംഗിൽ കാണാൻ പറ്റും. ആരൊക്കെയാണ് പറയാൻ പറ്റും? ഇപ്പൊ കൃഷ്ണന്റെ പറഞ്ഞു, അതേപോലെ ചൈതന്യ മഹാപ്രഭുവിന്റെ അസോസിയേറ്റ്സിനെ ഓരോരുത്തരാണോ പ്രഭു? ഗദാധര പണ്ഡിതാണോ പ്രഭു? അന്നെ അവര് അസോസിയേറ്റ്സ് ഏത് ഡിവോട്ടി ഏത് ഭാവത്തിലാണെന്ന്. Okay. Ramananda Rai, Swarup Damodar,
അവരെ അവരാണ് ടെസ്റ്റോഡ്. രാമാനന്ദറായ്, സ്വരൂപ് ദാമോദർ. ഒരു ഉദാഹരണത്തിന് പറയാണ്, അവരെന്തിലാണ്, ഏത് രസത്തിലാണ്? മാധുര്യ രസത്തിൽ. രാമാനന്ദറായ് ആരാണ്? വിശാഖ സഖി. മറ്റത് ലളിത സഖി. ഓക്കെ. ഗോവിന്ദ ഏത് ഭാവത്തിലാണ്? ദാസ്യരസാണ് പ്രഭു. ദാസ്യഭാവം. ഗോവിന്ദ പേഴ്സണൽ അസിസ്റ്റന്റ് ആൻഡ് പേഴ്സണൽ സെർവന്റ് ആണ്. സച്ചിമാത വാത്സല്യരസം. സച്ചിമാത, അദ്വൈതാചാര്യ, നിത്യാനന്ദ പ്രഭു, ഇതൊക്കെ ആ ഒരു, ഓഫ്കോഴ്സ് നിത്യാനന്ദ ഇവരൊക്കെ പല രസത്തിലും മിക്സറും ഉണ്ട്, പക്ഷെ മെയിൻലി പ്രിഡോമിനേറ്റിംഗ് ഇങ്ങനെയാണ്. അപ്പൊ ചൈതന്യ മഹാപ്രഭു ആയിട്ടും പിന്നെ സഖ്യരസത്തിനുണ്ട്. സഖ്യരസത്തിലെ ആരാണ്? എനിക്ക് തോന്നുന്നത് ചൈതന്യ മഹാപ്രഭു. പരമാനന്ദപുരി അത് വാത്സല്യത്തിലാണ്. കാണിച്ചാൽ അദ്ദേഹം ഒരു പ്രൊട്ടക്റ്റിംഗ് നേച്ചറാണ്. സഖ്യരസത്തിൽ ആരായിരുന്നു? ഈവൻ നിത്യാനന്ദ പ്രഭു ഉണ്ട് സഖ്യരസത്തിൽ. ചില സമയത്ത്, എല്ലാ സമയത്തും ഇല്ലെങ്കിലും കൂടിയിട്ട് സഖ്യരസത്തിലാണ്. അപ്പൊ അങ്ങനെ ചൈതന്യ മഹാപ്രഭുവും അസോസിയേറ്റ്സും ഡിഫറെന്റ് ലെവൽ ഓഫ് ലവിംഗ് റിലേഷൻഷിപ്പ്, വാത്സല്യം, മാധുര്യം, സഖ്യം, ദാസ്യം എല്ലാം എക്സിബിറ്റ് ചെയ്തെന്ന് പറയാം. So the basis of ഗദാധര പണ്ഡിറ്റ് കൊഞ്ചുകൾ മാധുര്യം രാധാറാണിയാണല്ലോ. രാധാറാണിയുടെ എക്സ്പാൻഷൻ ആണ്. ശ്രീവാസ ദാസ്യം. കൊലവെച്ച ശ്രീകരക്ക് ദാസ്യം. സഖ്യമല്ല അല്ലെ? ഇല്ല. Okay. So Srila Kaviraj Goswami therefore refers to a mind eternally existing in Vrindavana Brajavani. Kaviraj Goswamiയുടെ ആ ഒരു comparison to all these precious metals to Vrajabhumi's different ecstatic loving relationship mellows. There. Okay, text 295. Krame uttaite seha uttama vastupayam aiche prashnotara kaila prabhu ramaraya. Krame uttaite seha uttama vastupaya aiche prashnotara kaila prabhu ramaraya. Sri Chaitanya Mahaprabhu and Ramanandarai worked like miners, excavating all kinds of valuable metals, each one better than the other. Their questions and answers are exactly like that. അപ്പോൾ ചൈതന്യ മഹാപ്രഭുവും രാമാനന്ദറായും അതായത് ഈ മൈനേഴ്സ് ആയിട്ടാണ് അവിടെ കമ്പയർ ചെയ്തിരിക്കുന്നത്. അവരിങ്ങനെ ഖനിയിൽ നിന്ന് ഓരോരോ മെറ്റൽസ് ഒന്നിനും മെച്ചമായിട്ടുള്ള പ്രീഷ്യസ് മെറ്റൽസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ആണ് എക്സവേറ്റിംഗ് ഓൾ കൈൻഡ്സ് ഓഫ് വാല്യുബിൾ മെറ്റൽസ്, ഈച്ച് വൺ ബെറ്റർ ദാൻ ദ അതർ എക്സെപ്റ്റ് ബഡ്കറേക്ക് അല്ലെ. ഒന്നിനും മെച്ചമായിട്ടുള്ളത് മറ്റൊന്ന്. ദർ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ആർ എക്സാക്ട്ലി. അപ്പോൾ ഒരാൾ ചോദ്യം ചോദിക്കുന്നു, മറ്റൊരാൾ ആൻസർ പറയുന്നു, വീണ്ടും അതിലും മീതെയുള്ള ക്വസ്റ്റ്യൻ അതിലും മീതെയുള്ള ആൻസർ പറയുന്നു. ഒന്നിനൊന്ന് മെച്ചമായിട്ടുള്ള ക്വസ്റ്റ്യൻസും അതേപോലെ തന്നെ അതിന്റെ ഉത്തരങ്ങളും. ആരാധീനാരായ പാശേ വിദായാമാഗില വിദായേര കാലേ താൻറേ ആജ്ഞാദീല. आराधीनाराया पासे विद्याया मागिला विद्यारे काले तनरा ए अज्ञाना दिला. The next day, Sri Chaitanya Mahaprabhu begged Ramanandarai to give him permission to leave. And at that time of farewell, the Lord gave him the following orders. അപ്പോൾ 10 ദിവസം കഴിഞ്ഞ് അതിന്റെ പിറ്റേ ദിവസം എന്താണ് രാമാനന്ദറായ മഹാപ്രഭു സമ്മതം ചോദിച്ചു അവിടുന്ന് പോകാൻ വേണ്ടിയിട്ട്. കാരണം വെച്ചാൽ സൗത്ത് ഇന്ത്യൻ ടൂറിന്റെ ഇടയിലാണ്, ആ സമയത്താണ്
അവിടെ ഒരു 10 ദിവസം തങ്ങിയത് അല്ലേ. അവിടുന്ന് സമ്മതം ചോദിച്ചു പോകാൻ വേണ്ടിയിട്ട് ആ സമയത്ത് ചില കാര്യങ്ങൾ ചില ഇൻസ്ട്രക്ഷൻസും കൂടി കൊടുത്തു. എന്താണ് നോക്കാം. വിഷയ ചാടിയ തുമി യഹ നിലാചലേ ആമി തീർത്ഥകാരി തൻഹ അസീബ അല്പകാലേ. विषया चढेय तुम्ही याह नीलाचले आम्ही तीर्थकारी तन्हा असिबा अल्पकाले. എന്താ പറയുന്നത്? ശ്രീ ചൈതന്യ മഹാപ്രഭു told him, give up all material engagements and come to Jagannath Puri. I will return there very soon after finishing my tour and pilgrimage. അപ്പോ ഈ മെറ്റീരിയൽ എൻഗേജ്മെന്റ് എല്ലാം നിർത്തി, ഈ ഭൗതിക തലത്തിലുള്ള ജോലിയെല്ലാം നിർത്തി. അദ്ദേഹം ആരായിരുന്നു? രാമാനന്ദ റായ് ഗവർണർ ആരായിരുന്നു? രാമാനന്ദ എന്ത് ജോലിയാണ് ചെയ്തിരുന്നത്? ഗവർണർ മദ്രാസിലത്തെ ഗവർണർ. ഗവർണർ ആരുടെ കീഴിലായിരുന്നു? ആരുടെ കീഴിലാണ് ജോലി ചെയ്തിരുന്നത്? ആരായിരുന്നു അദ്ദേഹത്തിന്റെ ബോസ്? മറന്നോ? പ്രതാപ് രുദ്ര മഹാരാജ്, കിങ് പ്രതാപ് രുദ്ര ഓഫ് ഒറീസ. അദ്ദേഹത്തിന്റെ കീഴിലായിരുന്നു. മദ്രാസ് ഗവർണർ ആയിരുന്നു അന്നത്തെ. ശൂദ്രനായിരുന്നു. ആ ശൂദ്രനെയാണ് ബ്രാഹ്മണന്മാര് പല്ലക്കില് കൊണ്ട് നടത്തുന്നത്. ശൂദ്രനായിട്ടും കൂടിയിട്ട് ബ്രാഹ്മണന്മാരാണ് കാരണം എന്താ? അദ്ദേഹം ഒരു റെസ്പോൺസിബിൾ പൊസിഷനിലായിരുന്നു, ഗവർണറായിരുന്നു. അതിനുപരി അതൊക്കെ ഭൗതിക തലത്തിലുള്ളത്. അതിനുപരി അദ്ദേഹം എന്തായിരുന്നു? ഒരു ശുദ്ധ ഭക്തനായിരുന്നു. അതാണ് അദ്ദേഹത്തിന്റെ ക്വാളിഫിക്കേഷൻ. മറ്റതൊക്കെ ടെമ്പററി. ശുദ്ധ ഭക്തനായിരുന്നു. അതുകൊണ്ടാണ് സർവഭൗമ ഭട്ടാചാര്യ ചൈതന്യ മഹാപ്രഭുവിനോട് അപേക്ഷിച്ചത്, പോകുന്ന സമയത്ത് രാമാനന്ദരായെ കാണാൻ മറക്കരുത്, തീർച്ചയായിട്ടും അദ്ദേഹത്തിനെ കാണണം, അദ്ദേഹം അത്രയും നല്ലൊരു ഭക്തനാണെന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ടാണ് ചൈതന്യ മഹാപ്രഭു പറഞ്ഞത്, ഈ ജോലിയെല്ലാം വിട്ട് ഞാൻ ഈ ടൂറെല്ലാം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോഴേക്കും അവിടേക്ക് വരാൻ വേണ്ടിയിട്ട് ഒരു നിർദ്ദേശം കൊടുത്തത്. 298 ദുയി ജനെ നീലാചലേ രഹിബായക സംഗേ സുഖേ ഗുണൈബ കാല കൃഷ്ണ കഥാരംഗേ. ദുയി ജനെ നീലാചലേ രഹിബ ഏക സംഗേ സുഖേ ഗുണൈബ കാല കൃഷ്ണ കഥാരംഗേ. The two of us shall remain together at Jagannath Puri and happily pass our time discussing Krishna. Machchitta madgada prana bodhayanta parasparam kadayandascha mam nityam tushyanti cha ramanti cha. Devotees ഒത്തുചേരുമ്പോ അവരെന്താ ചെയ്യാ? ബാഡ്മിന്റൺ കളിക്കോ? ഭഗവാന്റെ കഥകളെ കുറിച്ച് ഇങ്ങനെ ഡിസ്കസ് ചെയ്യും. അതെ, അവർക്ക് വേറൊന്നുമില്ല സംസാരിക്കാൻ. ഭഗവാന്റെ ലീലകളെ പറ്റി ചർച്ചിക്കുക, ഭഗവാനെ സ്തുതിക്കുക. അതിൽ കണ്ടെത്തുന്ന ആനന്ദം വേറൊന്നിനും കിട്ടില്ല. അതാണ് the two of us shall remain together at Jagannath Puri and happily pass our time discussing Krishna Katha. അതാണ് അവരുടെ ഉദ്ദേശം. അതാണ് ചൈതന്യ മഹാപ്രഭു പറഞ്ഞ രാമാനന്ദറയുടെ എല്ലാം ജോലിയൊക്കെ അവസാനിച്ച് എൻ്റെ അടുത്തേക്ക് വരിക. ഏതാ ബാലി രാമാനന്ദേ കാര്യാലിംഗാനാം താൻരേ ഗാരേ പാഠായ കരീലാശയന. പഠിക്കോളൂ മന്ത്രിജി. വായിച്ചോളൂ മന്ത്രിജി. ഏതാ ബലി രാമാനന്ദേ കരിയാലിംഗന താൻരേ ഗരേ പാഠായ കരീലാശയന. Sri Chaitanya Mahaprabhu then embraced Sri Ramananda Rai, and after sending him back to his home, the Lord took rest. അങ്ങനെ ചൈതന്യ മഹാപ്രഭു രാമാനന്ദ റായിക്ക് ആലിംഗനം കൊടുത്തു. അതിനുശേഷം അദ്ദേഹത്തിനെ വീട്ടിലേക്ക് പറഞ്ഞയച്ചു. ചൈതന്യ മഹാപ്രഭു വിശ്രമിച്ചു. പ്രാതകാലേ ഊഠി പ്രഭു ദേഖി ഹനുമാൻ താൻരേ നമസ്കാരി പ്രഭു ദക്ഷിണേ കരില പ്രയാണ. प्रातःकाले उठी प्रभु देखी हनुमान तंद्रे नमस्कारी प्रभु दक्षिणा करेला प्रयाण. Okay. After rising from
bed the next morning, Sri Chaitanya Mahaprabhu visited the local temple where there was a deity of Hanuman. After offering him obeisances, the Lord departed for South India. അപ്പൊ ഇത് നമ്മൾ കാര്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. എന്താണ്? After rising from the bed next morning, Sri Chaitanya Mahaprabhu visited the local temple where there was a deity of Hanuman. ആരുടെ? ഹനുമാൻ ആരാണ്? ശ്രീരാമദൂതൻ, ശ്രീരാമന്റെ ഭക്തൻ. ചൈതന്യ മഹാപ്രഭു ആരാണ്? കൃഷ്ണ. കൃഷ്ണ, സെൽഫ് സെയിം കൃഷ്ണ അല്ലെ? ആ കൃഷ്ണൻ തന്റെ ഭക്തനെ പ്രണാമം കൊടുക്കുന്നു, നമസ്കരിക്കുക. അപ്പൊ ആ ഭക്തന്റെ ആ ലെവൽ എന്തായിരിക്കണം? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. There was a deity of Hanuman. After offering him obeisances, the Lord departed for South India. In almost all the cities and towns of India, there are temples of Hanumanji, the eternal servant of Lord Ramchandra. There is even a temple of Hanuman near Govindji temple in Vrindavana. Formerly, this temple was in front of the Gopalji temple, but the Gopalji deity went to Orissa to remain as Sakshi Gopala. Being the eternal servant of Lord Ramchandra, Hanumanji has been respectfully worshipped for many hundreds and thousands of years. Here, even Lord Sri Chaitanya Mahaprabhu set the example in showing how one should offer respects to Hanumanji. അപ്പോൾ ചൈതന്യ മഹാപ്രഭു നമുക്ക് ഒരു ലെസൺ തരാണ്. We should respect all the pure devotees of Lord as good as we respect the Supreme Lord. എങ്ങനെ ഭഗവാനെ റെസ്പെക്ട് ചെയ്യുന്നു, അതേപോലെ നമ്മള് അദ്ദേഹത്തിന്റെ പ്യൂർ ഡിവോട്ടീസിനെ റെസ്പെക്ട് ചെയ്യണമെന്ന് മഹാപ്രഭു നമുക്ക് കാണിച്ചു തരാണ്. പക്ഷെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഹി ഈസ് നോട്ട് ദ സുപ്രീം ലോർഡ്. അങ്ങനെ നമ്മൾ കാണുകയാണെങ്കിൽ അതൊരു അപരാധമായിട്ട്. പ്രഭുപാദയുടെ ഡിസൈപ്പിൾ ചോദിച്ചു, ഇനീഷ്യേഷൻ സമയത്താണ് 4 റെഗുലേറ്റീവ്സ് പ്രിൻസിപ്പിൾസ് ഒക്കെ പറഞ്ഞു കൊടുക്കുന്നത്. അതുവരെ ഒന്നും കാര്യമായിട്ട് പറഞ്ഞു കൊടുത്തില്ല. അപ്പോഴാണ് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് എല്ലാവരും സ്റ്റണ്ടായി. എന്നുവെച്ചാൽ എല്ലാവരും അവിടെ അമേരിക്കൻ ഡിവോട്ടീസ് ആണ്, ഹിപ്പീസ് ആണ്. അവരുടെ ആ ഒരു കോൺഫിഡൻസും അവരുടെ ആ ഒരു സ്നേഹമൊക്കെ ഇവിടെ കിട്ടിയപ്പോ പ്രഭുപാദ then said, okay, you want to become my disciple? Okay, I will do some yajna. You become initiated disciples. അപ്പോഴാണ് പറയുന്നത് 4 റെഗുലേറ്ററി പ്രിൻസിപ്പിൾസിന്റെ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുക്കുന്നത്. എല്ലാവരും സ്റ്റണ്ടായി. പിന്നെ പ്രഭുപാദോട് നോ എന്ന് പറയാൻ പറ്റില്ല. അത്രയും ആ ഒരു ലവിങ് റിലേഷൻഷിപ്പ് അവിടെ വളർന്നു വന്നിട്ടുണ്ടായിരുന്നു. ദെൻ പിന്നെ വേറൊരു കാര്യം പറഞ്ഞു, യു ഹാവ് ടു ട്രീറ്റ് യുവർ സ്പിരിച്വൽ മാസ്റ്റർ ആസ് ഗുഡ് ആസ് ഗോഡ്. അതും അവർക്ക് ആകെ കൺഫ്യൂഷനായ. ആസ് ഗുഡ് ആസ് ഗോഡ് മീൻസ് സ്പിരിച്വൽ മാസ്റ്റർ ഗോഡ് ആണോ? അപ്പൊ അവര് ഡിസൈപ്പിൾസ് തമ്മില്, ഡിവോട്ടീസ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ തുടങ്ങി. എന്താണ് ഇത്? പിന്നെ അങ്ങനെ ചോദിച്ചു പ്രഭു, അതിന്റെ എന്താണ് എക്സാക്ട്ലി? അപ്പൊ പറയണേ, ഡിവോട്ടീസ് ഓഫ് ദ ലോർഡ് ആർ റെപ്രസെന്റേറ്റീവ് ദ സുപ്രീം ലോർഡ്. അപ്പൊ ഒരു റെപ്രസെന്റേറ്റീവിനെ നമ്മളെ എങ്ങനെ കാണണം? ആ സുപ്രീം ലോർഡിനെ പോലെ കാണണം. പക്ഷെ ഹി ഈസ് നോട്ട് സുപ്രീം ലോർഡ്. അങ്ങനെ ആരെങ്കിലും വിചാരിക്കുകയാണ് ഐ ഹാവ് ബിക്കം സുപ്രീം ലോർഡ്, ഐ ഹാവ് ബിക്കം ഗോഡ്, ഹി ഈസ് ഫിറ്റ് ടു ബിക്കം ദ ഓപ്പോസിറ്റ് ഓഫ് ഗോഡ്. എന്താണത്? അതാണ് പറയുന്നത്. അപ്പൊ ഒരിക്കലും ഒരു ഭക്തൻ താൻ ഭഗവാനാന്ന് പറയില്ല, ഭഗവാനെന്ന് ക്ലെയിം ചെയ്യില്ല, ഭഗവാൻ അല്ലേനും. പക്ഷെ ഭഗവാന് കൊടുക്കുന്ന ആ റെസ്പെക്ട് നമ്മുടെ ഭക്തന്മാർക്ക് കൊടുക്കണം. വി ഷുഡ് റെസ്പെക്ട് ഹിം, ബട്ട് വേർഷിപ്പബിൾ ഡെയിറ്റി ഈസ് ഓൺലി വൺ, ദാറ്റ് ഈസ് സുപ്രീം ലോർഡ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മളെ എല്ലാ ഭക്തന്മാരെയും, ഹനുമാൻജിയൊക്കെ വളരെ ശുദ്ധമായിട്ടുള്ള ദാസ്യഭാവത്തില് ഉള്ള ഭക്തനാണ്. അപ്പോ അവരെയൊക്കെ നമ്മള് അവരുടെയൊക്കെ ആ കൃപാകടാക്ഷം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഭക്തനായിട്ട് തരാൻ പറ്റുള്ളൂ. അപ്പൊ അവരെയൊക്കെ എപ്പോഴും നമ്മൾ വന്ദിക്കണം ആണ് ഇന്ന് പഠിപ്പിച്ചു തരുന്നത്. വിദ്യാപൂരേ നാനാമാത ലോക വൈഷയാത പ്രഭു ദർശനെ വൈഷ്ണവ ഹൈല ചാരി നിജ മാത.
വിദ്യാപൂരേ നാനാമധാ ലോക വൈസ്യേ യഥാ പ്രഭു ദർശനേ വൈഷ്ണവ ഹൈല ചാടി നിജമത. Very good. All the residents of Vidyanagara were of different faiths. But after seeing Sri Chaitanya Mahaprabhu, they abandoned their own faith and became Vaishnava. Chaitanya Mahaprabhu എവിടെല്ലാം പോയിട്ടുണ്ട് അവിടെ എല്ലാം അവിടുത്തെ ആൾക്കാരെല്ലാം അവർ പ്രാക്ടീസ് ചെയ്യുന്ന അതെല്ലാം വിട്ടിട്ട് ചൈതന്യ മഹാപ്രഭുവിന്റെ ആ ശിക്ഷ ഉൾക്കൊണ്ട് അത് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. ഓൾ ദ റെസിഡൻസ് ഓഫ് വിദ്യാനഗര ഗോദാവരി തീരത്താണ് ഉണ്ടായിരുന്നത്. വിദ്യാനഗര എന്നുള്ള സ്ഥലത്തായിരുന്നു. രാമാനന്ദ ഹൈല പ്രഭുര വിരഹ വിഹ്വല പ്രഭുര ധ്യാനേ രഹേ വിഷയ ഛാടിയ ചകല. രാമാനന്ദ ഹൈല പ്രഭുര വിരഹേ വിഹ്വല പ്രഭുര ധ്യാനേ രഹേ വിഷയ ഛാടിയ ചകല. When Ramananda Rai began to feel separation from Sri Chaitanya Mahaprabhu, he was overwhelmed. Meditating on the Lord, he gave up all his material business. അപ്പോൾ ചൈതന്യ മഹാപ്രഭു ഇവിടെ പറയുന്ന സമയത്ത് അദ്ദേഹം ആകെ എക്സ്റ്ററ്റിക് ഒരു സിറ്റുവേഷനിൽ പോയി. ഹി വാസ് ഓവർവെൽംഡ്. മെഡിറ്റേറ്റിംഗ് ഓൺ ദ ലോർഡ്, ഹി ഗേവ് അപ്പ് ഓൾ ദ മെറ്റീരിയൽ ബിസിനസ്. എല്ലാം മറന്ന് ആ മഹാപ്രഭുവിനെ മാത്രം ധ്യാനിച്ചിരിക്കാൻ ആ ഒരു അവസ്ഥയിലേക്ക് പോയി എന്നാണ് പറയുന്നത്. സംക്ഷേപേ കാഹിലോ രാമാനന്ദേര മിലന വിസ്താരി വർണ്ണിത്തെ നാരേ സഹസ്രവദന. संक्षिप्ते काहिलून रामानंदेरा मिलाना विस्तारी वर्णिते नारे सहस्रावदना. I have briefly described the meeting between Sri Chaitanya Mahaprabhu and Ramananda Rai. വളരെ സംക്ഷിപ്തമായിട്ടാണ്, വളരെ ബ്രീഫായിട്ടാണ് ഞാൻ ഇവിടെ പറഞ്ഞു തന്നിരിക്കുന്നത്. No one can actually describe this meeting exhaustively. It is even impossible for Lord Sheshanaga, who has thousands of words. ആർക്കും ഇതിനെ അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് വിവരിക്കാൻ പറ്റില്ല. ഈവൻ ശേഷനാഗ. ആരാണ് ശേഷനാഗ? ബലരാമസ്വാമി. അനന്തശേഷ് അല്ലെ? ബലറാമിന്റെ എക്സ്പാൻഷൻ. തൗസൻഡ്സ് ഓഫ് വുഡ്സ് ഉണ്ട്. അപ്പൊ തൗസൻഡ്സ് ഓഫ് വുഡ്സ് തൗസൻഡ്സ് ഓഫ് മൗത്ത്സ്. അതുകൊണ്ട് കൂടിയും അത്ര മൗത്ത്സ് ഉണ്ടെങ്കിലും ഇത് വിവരിക്കാൻ പറ്റില്ല. അത്രയും എലാബറേറ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്ട് മാറ്റർ ആണെന്ന് കവിരാജ് ഗോസ്വാമി നമ്മളെ അറിയിക്കുകയാണ്. 304 സഹജേ ചൈതന്യ ചരിത ഘനദുഗ്ധപുര രാമാനന്ദ ചരിത താഹേ ഖണ്ഡ പ്രചുര. सहजे चैतन्य चरिता गहना दुग्धपुरा रामानंदा चरित्र ताहे कंद प्रचुरा. The activities of Sri Chaitanya Mahaprabhu are like condensed milk, and activities of Ramananda Rai are like large quantities of sugar candy. Good comparison. Chaitanya Mahaprabhu's activities are condensed milk, Ramananda Rai activities are sugar candy, kalkandam, large quantities of candy. ഇത് അധികം ഇല്ല, അതുകൊണ്ട് നമുക്കിത് ഫിനിഷ് ആകാം അല്ലേ? राधाकृष्ण लीला ताते कर्पूरा मिलना भाग्यवान ये से करे आस्वादना. कर्पूरा मिलना भाग्यवान ये से करे आस्वादना. Their meeting is exactly like a mixture of condensed milk and sugar candy. When they talk of the pastimes of Radha and Krishna, camphor is added. One who tastes this combined preparation is most fortunate. അപ്പോൾ കണ്ടൻസ് മിൽക്ക്, ഷുഗർ കാൻഡി ആൻഡ് ക്യാംഫർ, ഗുഡ് കോമ്പിനേഷൻ. അതാണ്. ये इह एक बारा पिए करना द्वारे तारा करना लोभे इह चाड़ीते ना पारे. ये इह एक बारा पिए करना द्वारे तारा करना लोभे इह चाड़ीते ना पारे. This wonderful preparation has to be taken orally. If one takes it, he becomes greedy to relish it even further. This wonderful preparation has to be taken orally. എന്താണ് orally? AURALLY, not OR.
എന്താണ് അർത്ഥം? Transcendental energy wise, rather than already not eating, rather accepting the energy of. No. What is the literary meaning of orally? AURALLY. Okay. Is it the aura that we have around our No. body? Is it related to that? Okay. Listen through ears. Oral medicine നമ്മുടെ Auditory. Okay. 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 Thank you. So this wonderful preparation has to be taken orally. We should listen. മറ്റേ മെഡിസിൻ orally നമുക്ക് through mouth we have to take, right? So that is what here it means. If one takes it, he becomes greedy to relish it even further. അപ്പോൾ എത്രത്തോളം നമ്മൾ കഴിക്കുന്നോ, എത്രത്തോളം നമ്മൾ കേൾക്കുന്നോ, we will become more greedy to have it more and more. And അത്രയും സ്വീറ്റ് പാസ് ടൈംസ് ആണ്. എസ്പെഷ്യലി ചൈതന്യ മഹാപ്രഭു ആരാണെന്ന് അറിയുന്ന ഒരു ഭക്തന് എത്ര കേട്ടാലും മതി വരില്ല ഈ ലീലകള്. ഇനിയും കൂടുതൽ കേൾക്കാൻ തോന്നും. അതാണ് ആ ചൈതന്യ മഹാപ്രഭുവിന്റെയും ഭക്തന്മാരും തമ്മിലുള്ള ആ സംവാദത്തിന്റെ ആ ഒരു നെക്ടർ, അത് ഇറ്റ്സ് ഫ്ലോയിങ്. അതാണ് സിന്ധു എന്ന് പറയുന്നത്. സിന്ധു പറഞ്ഞാൽ സാഗരം. ഓക്കെ, ആദ്യത്തെ ആ സിന്ധുവിലത്തെ 1 ഡ്രോപ്പ് അത്രേ തരുന്നുള്ളൂ. രൂപഗോസ്വാമി പറയുന്നത് ഓക്കെ, സാഗരം, ഈ ഭക്തി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് what you call, it's an ocean. I am just able to taste 1 drop of that ocean. അതാണ് എനിക്ക് തരാൻ പറ്റുള്ളൂ. അതാണ് ഇവിടെ പറയുന്നത്. So this wonderful preparation has to be taken orally. If one takes it, he becomes greedy to relish it even further. Rasa tattva-jnanahaya iharasravane prema bhakti-haya radha krishnera charane. रसतत्त्वज्ञानाय इहारश्रवणे प्रेमा भक्तिहाय राधा कृष्णेरा चरणे. By hearing the talks between Ramananda Rai and Sri Chaitanya Mahaprabhu, one becomes enlightened with the transcendent knowledge of the mellows of Radha and Krishna's pastimes. Thus, one can develop unalloyed love for the lotus feet of Radha and Krishna. അപ്പോൾ ഈ സംവാദം നമ്മൾ കേൾക്കുകയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും രാധാകൃഷ്ണ അവരോടുള്ള ആ ലവിങ് റിലേഷൻ, നമ്മുടെ ലവ്, നമ്മുടെ സ്നേഹം, നമ്മുടെ പ്രേമം, അത് വർദ്ധിക്കും. ദാറ്റ് ഗെറ്റ്സ് എൻലൈറ്റൻഡ്. ദാറ്റ്സ് വൺ ക്യാൻ ഡെവലപ്പ് അൺഅലോയ്ഡ് ലവ്. എന്താ അൺഅലോയ്ഡ് ലവ് എന്ന് പറഞ്ഞാൽ? കലർപ്പില്ലാത്ത സ്നേഹം. കലർപ്പില്ലാത്ത നമ്മളുടെ സ്നേഹം ഇപ്പൊ എന്താ കളർപ്പുണ്ട്? കാരണം എന്താണ്? നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ട ഓരോന്ന്. ഇറ്റ് ഈസ് മിക്സ്ഡ്. നമുക്കറിയില്ല രാധാകൃഷ്ണ ഈസ് ദ ഓൺലി ഡെയിറ്റി. സർവധർമാൻ പരിത്യജ്യ മാം ഏകം ശരണം വ്രജ. ഞാൻ ഭഗവാൻ അവസാനം ഭഗവത്ഗീതയിൽ കൺക്ലൂഡ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ എല്ലാ ദിക്കിലും പോയിട്ട് എല്ലാവരും ഒന്നാണ് വിചാരിച്ചിട്ട് അവിടെ പ്രാർത്ഥിക്കും. എല്ലാവരും ഒന്നല്ല. ഈസ് വൺ വിതൗട്ട് എ സെക്കൻഡ്. ബാക്കിയെല്ലാം അദ്ദേഹത്തിന്റെ എക്സ്പാൻഷൻസ് ഓഫ് ദ എക്സ്പാൻഷൻസ്, ഓക്കെ, അല്ലെങ്കിൽ അവതാരങ്ങളൊക്കെയാണ്. പക്ഷേ ഹൂ ഇസ് ദ ഒറിജിനൽ പേഴ്സണാലിറ്റി? കൃഷ്ണ. അപ്പൊ അനന്യഭാവത്തോടു കൂടിയിട്ട് നമ്മൾ ഭഗവാനെ സേവിക്കണം. അതാണ് അൺഅലോയ്ഡ്, വിത്തൗട്ട് എനി ഡൈല്യൂഷൻ. ചൈതന്യര ഗൂഢതത്വ ജാനീഹ ഹൈതേ വിശ്വാസകാരി സുന താർക്കനകാരി ഹചിതേ. ചൈതന്യേന ഗൂഢതത്വജ്ഞാനീയഃ ഹൈതേ വിശ്വാസകാരി സുന തർക്കനകാരിഃ ചിത്തേ. The author requests every reader to hear these talks with faith and without argument. അതാണ് മെയിൻ ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ. ഇത് കേൾക്കാനുള്ള നമ്മുടെ യോഗ്യത, നമ്മുടെ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഓഥർ കവിരാജ് ഗോസ്വാമി നമ്മളോട് അപേക്ഷിക്കുന്നത് ഇതെല്ലാം പരമ്പരാഗതമായിട്ട് കിട്ടിയിരിക്കുന്നുള്ള യാതൊരു ഡിലീഷനോ സബ്സ്ട്രാക്ഷനോ അവിടെ വന്നിട്ടില്ല. എന്താണോ സ്വരൂപ് ദാമോദർ ഗോസ്വാമി, രഘുനാഥ് ദാസ് ഗോസ്വാമി വിറ്റ്നസ് ചെയ്തിരിക്കുന്നത് അത് അതേപോലെ ആർക്ക് പറഞ്ഞു കൊടുത്തു? കവിരാജ് ഗോസ്വാമിക്ക് പറഞ്ഞു കൊടുത്തു. കവിരാജ് ഗോസ്വാമി അത് ചൈതന്യ ചരിതാമൃത എന്നുള്ള ബുക്ക് ഫോമിൽ ഉണ്ടാക്കി. ആ ചൈതന്യ ചരിതാമൃത ബുക്ക് ഫോമില് അത് ആസ് ഇറ്റ് ഈസ് പ്രഭുപാദ് നമ്മൾക്ക് എത്തിച്ചു.
അപ്പൊ അതുകൊണ്ട് ഇത് ഓത്തന്റിക് ആണ്, ശബ്ദപ്രമാണമാണ്. നമുക്ക് എങ്ങനെ ഭഗവത്ഗീത പരമ്പരാഗതമായി കിട്ടിയിരിക്കുന്നു, അതേപോലെ ചൈതന്യ ചരിതാമൃതി നമുക്ക് പരമ്പരയിലൂടെ കിട്ടിയിരിക്കുന്നതാണ്, ശബ്ദപ്രമാണമാണ്. ഇതിനെ വിതൗട്ട് എനി ആർഗ്യുമെന്റ് we should accept it. By studying them in this way, one will be able to understand the confidential truth of Sri Chaitanya Mahaprabhu. അങ്ങനെ നമ്മൾ പഠിച്ചാൽ മാത്രമാണ് ചൈതന്യ മഹാപ്രഭുവിനുള്ള പറ്റിയിട്ടുള്ള ഈ കോൺഫിഡൻഷ്യൽ ട്രൂത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. अलौकिक लीला ये परमा निगूढ़ा विश्वासे पाए तारके हाया बहुदूरा. ലൗകിക ലീലയെ പരമ നിഗൂഢ വിശ്വാസെ പായേ താരക്കെ ഹായ ബഹുദൂര. അലൗകിക അതായത് ഇത് ലോകത്തിനെ പറ്റിയിട്ടുള്ള. അലൗകിക മീൻസ് അൺകോമൺ, നോട്ട് വേൾഡ്ലി, ട്രാൻസെൻഡന്റൽ. This part of Sri Chaitanya Mahaprabhu's pastime is most confidential. One can derive benefit quickly only by faith. Otherwise, by arguing, one will always remain far away. നമ്മൾ ആർഗ്യുമെന്റേറ്റീവ് മൂഡിൽ വരികയാണെങ്കിൽ നമ്മൾ എപ്പോഴും ഈ സത്യത്തിൽ നിന്ന്, പരമസത്യത്തിൽ നിന്ന് ദൂരെയായിരിക്കും എന്നാണ് പറയുന്നത്. ഒന്നിനെണ്ണം കൂടി ഉള്ളൂ, നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ശ്രീ ചൈതന്യ നിത്യാനന്ദ അദ്വൈതാചാരണ യൻഹര സർവസ്വ താൻഹേ മിലേധാന. ശ്രീ ചൈതന്യ നിത്യാനന്ദ അദ്വൈതാചാരണ ഇൻഹാര സർവസ്വതന്ത്രേ മിലേഹിതന. He who has accepted as everything the lotus feet of Sri Chaitanya Mahaprabhu, Nityananda Prabhu and Advaita Prabhu can attain this transcendental treasure. അപ്പോൾ ചൈതന്യ മഹാപ്രഭുവിനെയും നിത്യാനന്ദ പ്രഭുവും അദ്വൈത പ്രഭുവിനെയും ആരാണോ അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നത്, സ്വീകരിക്കുന്നത്, അവർക്ക് ഈ ദിവ്യമായിട്ടുള്ള ഈ ധനം, ഈ ട്രഷറി കിട്ടുന്നതാണ്. ശ്രീല ഭക്തി Siddhanta Saraswati Thakura says that Krishna is obtainable for the faithful, but for those who are accustomed to argue, Krishna is far, far away. Similarly, these talks between Ramanandara and Sri Chaitanya Mahaprabhu can be understood by a person who has firm faith. Those who are not in the disciple succession, the Asauta Panthis, cannot have faith in these talks. They are always doubting and engaging in mental concoctions. These talks cannot be understood by such whimsical people. Transcendental topics remain far, far away from those engaged in mundane arguments. In this regard, the Vedic mantras in the Kathopanishad state, Naisha Tarkena Madir Apaneya Roktanyenaiva Sutnyanaya Preshta. According to the Mundaka Upanishad, Nayam Atma Pravachanera labhyo na medhaya na bahuna srutena yam evaisha vrunute tena labhyas tasyesha atma vivrunute tanum swam. And according to the Brahma Sutra, Tarkar Pratishtanath, all Vedic literatures declare that transcendental subjects cannot be understood simply by argument or logic. അപ്പം നമ്മുടെ യുക്തിക്കും ബുദ്ധിക്കും അപ്പുറമാണ് transcendent subjects, spiritual matters. Spiritual matters are far above experimental knowledge. Only by Krishna's mercy can one who is interested in his transcendental loving affairs understand them. If one tries to understand these transcendental topics simply by using one's material brain substance, the attempt will be futile. അപ്പോൾ നമ്മളുടെ ബ്രെയിൻ ഉപയോഗിച്ചിട്ടല്ല നമ്മൾ മനസ്സിലാക്കേണ്ട, നമ്മളുടെ ഹാർട്ട്, ഹൃദയം. ഓക്കെ, ബ്രെയിൻ എന്താണ്? ലോജിക്ക്, ഇന്റലിജൻസ്, ഇതെല്ലാം യൂസ് ചെയ്യും. ഇവിടെ ഹാർട്ട് എന്താണ്? അതുകൊണ്ട് നമ്മൾ എന്താ പറയുക, ഹാർട്ട് നമ്മളെ സ്പിരിച്വൽ മാസ്റ്റേഴ്സ്, നമ്മുടെ ആചാര്യന്മാരെ, ശാസ്ത്രങ്ങളെ, ഗുരു സാധു ശാസ്ത്ര, ഇവരെല്ലാം അക്സെപ്റ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ ഇവിടെ ലോകത്തിലെ ആരോ അമരേന്ദ്ര പ്രഭു പറയുന്നു, we are PhD here and kindergarten here. PhD here, kindergarten here. അങ്ങനെ ആയാൽ പറ്റില്ല എന്ന് പറയുന്നത്. അപ്പം നമ്മളുടെ ഹൃദയത്തിലെ കൂടെ ആ ഹൃദയത്തിന്റെ ഭാഷയിലാണ് മനസ്സിലാക്കേണ്ടത്. ട്രാൻസ്ഫോർമേഷൻ ടേക്സ് പ്ലേസ് ഫ്രം ഹാർട്ട് ടു ഹാർട്ട്. ഹാർട്ട് ടു ഹാർട്ട് ഒരു ഇതാണ് ട്രാൻസ്മിഷൻ ഓഫ് നോളജ് ആണ് വേണ്ടത്, നോട്ട് ബ്രെയിൻ ടു ബ്രെയിൻ.
So whether one is a Prakrita Sahajiya or a mundane opportunist or scholar, one's labor to understand these topics by mundane means will ultimately be frustrated. One therefore has to give up all mundane attempts and try to become a pure devotee of Lord Vishnu. When a devotee follows the regulatory principles, the truth of these talks will be revealed to him. This is confirmed in the Bhakti Rasamrita Sindhu. Light ആവുന്നുണ്ടോ? ഇല്ല, കഴിഞ്ഞു, ലാസ്റ്റ് ആണ്. ഓക്കെ. മോളിലാണ്. യെസ്. ഓക്കെ. അഥാ ശ്രീകൃഷ്ണ നാമാദി ന ഭവേത് ഗ്രാഹ്യം ഇന്ദ്രിയെ സേവോന്മുഖേ ഹി ജീവാദോ സ്വയം ഏവ സ്മൃത്യത. അതായത് ശ്രീകൃഷ്ണനെ പറ്റിയിട്ടുള്ള ശ്രീകൃഷ്ണന്റെ ലീലകള്, രൂപ, നാമ, ഗുണ, ലീല, ഇതെല്ലാം നമ്മളുടെ മെറ്റീരിയൽ സെൻസ് കൊണ്ട്, ഇന്ദ്രിയങ്ങളെ കൊണ്ട് മനസ്സിലാക്കാൻ പറ്റില്ല. എങ്ങനെ? സേവ ചെയ്തിട്ട് മാത്രം. എങ്ങനെ സേവ ചെയ്യണം? നമ്മുടെ ജീവ, നമ്മളുടെ നാവ് കൊണ്ട് സേവ ചെയ്യണം. എങ്ങനെ? ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്നുള്ള ഇത് ഉച്ചരിച്ചിട്ടും പ്രസാദം നമ്മൾ ഓണർ ചെയ്തിട്ടും അങ്ങനെ നമ്മൾ സേവ ചെയ്തിട്ടേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ. അല്ലാണ്ട് നമ്മുടെ സ്വന്തം ഇന്ദ്രിയങ്ങളെ ഉപയോഗിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. One cannot understand the Lord's holy name, pastimes, form, qualities, or entourage with one's blunt material senses. However, when the senses are purified by the constant rendering of service, the spiritual truth of the pastimes of Radha and Krishna is revealed. As confirmed in the Mundaka Upanishad, Yam Evaisha Vrunude Tena Labhyas. Only one who is favored by the Supreme Personality of Godhead can understand the transcendent features of Sri Chaitanya Mahaprabhu. Ramananda Rai Mora Koti Namaskara Yandre Mukhe Kaila Prabhu Rasera Vistara. Thank you. Thank you. I offer 10 million 10 million obeisances unto the lotus feet of Sri Ramananda Rai, because from his mouth much spiritual information has been expanded by Sri Chaitanya Mahaprabhu. About 10 million obeisances ആണ് കവിരാജ് ഗോസ്വാമി ആർക്ക് കൊടുക്കുന്നത്? രാമാനന്ദ റായ്. കാരണം വെച്ചാൽ അദ്ദേഹത്തിന്റെ ലോട്ടസ് മൗത്ത് നിന്നാണ് ഈ സ്പിരിച്വൽ ഇൻഫർമേഷൻ എല്ലാം ചൈതന്യ മഹാപ്രഭു നമുക്ക് എത്തിച്ചു തന്നത്. ദാമോദര സ്വരൂപേര കഥാചാനുസാരേ രാമാനന്ദ മിലന ലീല കരീല പ്രചാരേ. दामोदर स्वरूपेर कथाचानुसारे रामानंद मिलाना लैला करेला प्रचारे. അപ്പൊ ഈ ദാമോദര സ്വരൂപേര, ഈ ദാമോദര എന്താണ്? സ്വരൂപ ദാമോദര ഗോസ്വാമി വിത്ത് ദ നോട്ട്ബുക്സ്. സ്വരൂപ ദാമോദരന്റെ നോട്ട്ബുക്സ് എന്നാണ് അതൊക്കെ. ഇൻ അക്കോർഡൻസ് രാമാനന്ദ മിലന ലീല, ഇതൊക്കെ എവിടുന്നാണ് അദ്ദേഹം ഇട്ടിരിക്കുന്നത്? സ്വരൂപ് ദാമോദർ ഗോസ്വാമിയുടെ നോട്ട്ബുക്സ് എന്നാണ്. I have tried to preach the pastimes of Lord Sri Chaitanya Mahaprabhu's meeting with Ramananda Rai in accordance with the notebooks of Sri Swarupa Damodara. At the end of every chapter, the author admits the value of the disciples' succession. He never claims to have written this transcendental literature by carrying out research work. He simply admits his indebtedness to the notes taken by Swarupa Damodara, Raghunath Das Goswami, and other authoritative persons. This is the way of writing transcendental literatures, which are never meant for so-called scholars and research workers. The process is Mahajano Katasa Pantha. One has to strictly follow great personalities and acharyas. Acharyavan Purusho Veda. One who has the favor of the acharya knows everything. This statement made by Kaviraj Goswami is very valuable for all pure devotees. Sometimes the Prakrita Sahajiyas claim that they have heard truth from their guru, but one cannot have transcendental knowledge simply by hearing from a guru who is not bona fide. The guru must be bona fide, and he must have heard from his own guru, bona fide guru. Only then will his message be accepted as bona fide. Lord Krishna confirms this in Bhagavad Gita. Sri Bhagavan Vacha imam vivasvade yogam oktamanaham abhyayam vivasvan manave praha manurikshaka ve brabhet
The Supreme Lord said, I instructed this imperishable science of yoga, the sun god Vivaswan, and Vivaswan instructed it to Manu, father of mankind, and Manu in turn instructed it to Ikshvaku. In this way, the message is transmitted in the bona fide spiritual discipline succession from bona fide spiritual master to bona fide student. Srila Kaviraj Goswami, therefore, as usual, concludes this chapter by reasserting his faith in the lotus feet of 6 Goswamis. Thus, he is able to set forth this transcendental literature, Sri Chaitanya Mahaprabhu. സ്വന്തം കഴിവിലല്ല, രൂപഗോസ്വാമി മഹാജനോ ഏനഗതാസ പണ്ട, രൂപഗോസ്വാമി, സനാതന ഗോസ്വാമി, മറ്റുള്ള ഗോസ്വാമിമാരുടെ പാതയിൽ കൂടെ പിന്തുടർന്ന് അവരെ എന്താണോ പറഞ്ഞു തന്നിരിക്കുന്നത് അത് മാത്രം ഇവിടെ വിവരിച്ചിട്ടുള്ളൂ. അല്ലാണ്ട് സ്വന്തം ബുദ്ധി ഉപയോഗിച്ചിട്ടില്ല ഇതൊന്നും എഴുതിയിരിക്കുന്നത്. ഇതൊരു ഇൻവെസ്റ്റിഗേഷനോ അല്ലെങ്കിൽ റിസർച്ച് പേപ്പറോ ഒന്നല്ല. ശ്രീരൂപ രഘുനാഥ പദേ യാരാശ ചൈതന്യ ചരിതാമൃത കഹേ കൃഷ്ണദാസ. Sri Rupa Raghunatha Padeyara Asa Chaitanya Charitamrita Kahe Krishna Dasa. ലിറ്ററലി എല്ലാ ചാപ്റ്ററിന്റെ അവസാനം കവിരാജ് ഗോസ്വാമി പേയിങ് ഒബേസൻസസ് ടു രൂപ ഗോസ്വാമി ആൻഡ് രഘുനാഥ് ദാസ് ഗോസ്വാമി. എല്ലാ മിക്ക ചാപ്റ്ററിന്റെ അവസാനം കാണാം ഈ പർട്ടിക്കുലർ വേഴ്സ്. പ്രേയിങ് അറ്റ് ദ ലോട്ടസ് ഫീറ്റ് ഓഫ് ശ്രീ രൂപ ആൻഡ് ശ്രീ രഘുനാഥ, ഓൾവേസ് ഡിസൈറിംഗ് ദർ മെർസി, I, Krishnadasa, narrate Sri Chaitanya Charitamrita, following in their steps. Thus end the Bhaktivedanta purports to Sri Chaitanya Charitamrita, Madhya Leela, 8th chapter, describing the talks between Sri Chaitanya Mahaprabhu and Ramananda. അപ്പോൾ ഇതിന്ന് ലാസ്റ്റ് ശ്ലോകത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത് നമ്മുടെ കഴിവല്ല, നമ്മുടെ ഇതിന്റെ എല്ലാം ക്രെഡിറ്റ് നമ്മുടെ ഗുരുജനങ്ങൾക്കാണ് കൊടുക്കുന്നത്. അവരുടെ മേഴ്സി ഇല്ലെങ്കിൽ ഇതൊന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് മനസ്സിലാക്കുക. അതാണ് ഓരോ ചാപ്റ്ററിന്റെയും അവസാനം കവിരാജ് ഗോസ്വാമി, സ്പെസിഫിക്കലി രൂപ ഗോസ്വാമിക്കും രഘുനാഥ് ഗോസ്വാമിക്കും അവരെ രണ്ടുപേരുടെയും ഇൻസ്ട്രക്ഷൻസിനും ഇൻസ്പിറേഷൻസ് കാരണമാണ് ഈ ചൈതന്യ ചരിതാമൃത അദ്ദേഹത്തിന് കമ്പൈൽ ചെയ്യാൻ പറ്റിയിരിക്കുന്നത്. സോ ഈസ് ഓൾവേസ് ഇൻഡെപ്റ്റഡ് ടു ദീസ് 2 പേഴ്സണാലിറ്റീസ്. സോറി, ഒരു 10-15 മിനിറ്റ് കൂടുതലെടുത്തു, അതുകൊണ്ട് ലാസ്റ്റിൽ ഒന്ന് അറിബറി ചെയ്തു. ഞാൻ കുറച്ച് 3-4 ശ്ലോകങ്ങളിൽ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാൻ വിചാരിച്ചു. അപ്പൊ അടുത്തത് 9th ചാപ്റ്റർ അല്ലേ? 9th ചാപ്റ്റർ ഒന്ന് ഇവിടെ ടെക്സ്റ്റ് 1 മാർക്ക് ചെയ്യട്ടെ. ഹരേ കൃഷ്ണ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമഃ. अनंत कोटि वैष्णव की जय, श्रील प्रभुपाद की जय, गुरु महाराज की जय, गो प्रेमानंदे. हरे कृष्ण. ഓക്കെ, ലൈറ്റ് ആയി, അതുകൊണ്ട് സോറി കേട്ടോ. 15 minutes I took extra. വിളക്ക് കത്തിക്കാറായി. ശരിടാ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണമാജി. പിന്നെ ഇതൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ചൈതന്യ ചരിതാമൃതം, പിന്നെ സ്വരൂപ ദാമോദർദാസിന്റെ, പിന്നെ വേറെ ഇതെന്നൊക്കെ എടുത്തിട്ടുള്ളത് അന്ന് ഇങ്ങനെ പ്രഭുജി പറഞ്ഞുണ്ട്. മുരാരി ഗുപ്ത, അതായത് ആദിലീല മുരാരി ഗുപ്ത എന്നും ശേഷലീല സ്വരൂപ് ദാമോദർ ഗോസ്വാമി, രഘുനാഥ് ദാസ് ഗോസ്വാമി മെയിൻ ആയിട്ട്. രഘുനാഥ് ഒന്നും കൂടെ പറയാം. രഘുനാഥ് ദാസ് ഗോസ്വാമി, അതിപ്പോ നമ്മൾ സംസാരിച്ചില്ലേ, അദ്ദേഹമാണല്ലോ അവിടെ വൃന്ദാവനിലെ എല്ലാ ദിവസവും ഏകദേശം 3 മണിക്കൂറോളം ചൈതന്യ ലീലയെ പറ്റിയിട്ട് പ്രവചനം കൊടുത്തിരുന്നത്. അപ്പൊ ആ അസംബ്ലിയില്, ആ സഭയില് കവിരാജ് ഗോസ്വാമി ഉണ്ടായിരുന്നു. അപ്പോൾ അതില് എല്ലാ ഭക്തന്മാരും കവിരാജ് ഗോസ്വാമിയോട് അപേക്ഷിച്ചു, അങ്ങക്ക് മാത്രമേ ഈ ചൈതന്യ ലീലയെ പറ്റി എഴുതാൻ പറ്റുള്ളൂ. അത് അവരുടെ അപേക്ഷ പ്രകാരമാണ്. 90+ ഏജ് ആയിരുന്നു. അതുകൊണ്ടാണ് ഓരോ ചാപ്റ്ററിന്റെയും ആദ്യം തന്നെ ഒരു സമ്മറി. അപ്പൊ ഈവൻ ആദ്യ ലീലയില് 2ാമത്തെ ചാപ്റ്ററിലാണ്, 2ാമത്തെ അധ്യായത്തിൽ അതാണ് എല്ലാറ്റിന്റെയും ഒരു സമ്മറി ഇതുണ്ട്. അന്ത്യലീല, അതായത് മധ്യലീലയുടെയും കാരണം അദ്ദേഹം ജീവിച്ചിരിക്കുമോ എന്ന് അറിയില്ല ഇത് മുഴുവൻ എഴുതി തീർക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഒരു സമ്മറി എല്ലാ ഇതിന്റെയും, അതായത് ആദ്യം, മധ്യം ആൻഡ് അന്ത്യലീലയുടെ എല്ലാം സമ്മറി ആദ്യം തന്നെ കൊടുത്തു. ഇൻ കേസ് അദ്ദേഹം വിട്ടു പോവാണെങ്കിൽ അറ്റ്ലീസ്റ്റ് അതെങ്കിലും ചെയ്തല്ലോ. ഈവൻ പ്രഭുപാദ അതല്ലേ ചെയ്ത്. പ്രഭുപാദ എന്താ ചെയ്ത്?
പ്രഭുപാധികം സംശയമായിരുന്നു. ഭാഗവതം മുഴുവൻ എഴുതി തീർക്കുന്നതിന് മുമ്പേ അദ്ദേഹത്തിന് ഇവിടെ പറയേണ്ടി വരും. അതുകൊണ്ട് കൃഷ്ണ ബുക്ക് എഴുതി, അല്ലേ? കൃഷ്ണ ബുക്ക് 10 കാൻഡോവിന്റെ സമ്മറി അദ്ദേഹം എഴുതി. അപ്പൊ അതെല്ലാം വരുന്നതാണ്, എല്ലാം ആ ഒരു പരമ്പര അത് ഫോളോ ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ മാതാജി, ഹരേ കൃഷ്ണ പ്രഭുജി, താങ്ക് യു പ്രഭുജി. വേറെ എന്തെങ്കിലും? ഓക്കെ, ഹരേ കൃഷ്ണ.